നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ +1 +2ലും നമുക്ക് എന്തുണ്ട് പീരിയോഡിക് ടേബിൾ പഠിക്കാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ നിങ്ങളുടെ സ്കൂളിലോ അല്ലെ ട്യൂഷൻ സെന്ററിലോ ഈ ചാപ്റ്റർ കണ്ടിട്ടില്ലായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ പഠിക്കേണ്ടായിരുന്നു നമ്മുടെ +1 +2ൽ. പക്ഷെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ ചാപ്റ്റേഴ്സ് എന്ത് വേണം, പഠിക്കണം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്നും ഒഴിവാക്കാനില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഓക്കെ മാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തറിയാം പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ട്? പീരിയോഡിക് ടേബിൾ എത്രാം ക്ലാസ് തൊട്ടാണ് നമ്മൾ പഠിക്കുന്നത്? 8 എത്ര? 8 അല്ലേ? ആ അതെ. പീരിയോഡിക് ടേബിളിൽ എത്ര കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് അറിയാമോ ടോട്ടൽ? ഇതുവരെ 118. എത്ര പേരുണ്ട്? 118. എന്തിനാ മക്കളെ നമുക്ക് പീരിയോഡിക് ടേബിൾ? എന്തിനാ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്തിനാ ആ ടേബിളിന്റെ ആവശ്യകത എന്തുവാ? എലമെന്റ്സിന്റെ സൈസിനനുസരിച്ച് ഇങ്ങനെ സൈസിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞോ, തെറ്റായാലും പറഞ്ഞോ. ഒരു ടേബിള് പോലെ വെക്കാനുള്ളതല്ലേ? അതെ. എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുപാട് ഒരുപാട് എലമെന്റ്സുകളുണ്ട് ഇല്ലേ? നമുക്ക് ചുറ്റുപാട് ഒരുപാട് എലമെന്റ്സുകളുണ്ട്. ഈ എലമെന്റ്സുകളെ നമുക്ക് എന്ത് ചെയ്യണം? ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ചില ആളുകളുടെയൊക്കെ സെയിമും ചില ആളുകളുടെയൊക്കെ ഡിഫറൻറ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും ഒക്കെ ഓരോ റിസർച്ചുകളൊക്കെ നടക്കുന്നില്ലേ? അപ്പോൾ ഈ റിസർച്ചുകളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ എലമെന്റ്സിൻ്റെ ഒക്കെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ടേബിളായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ടേബിളായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഈ ഒരു ടേബിൾ രൂപത്തിൽ ഇതിനെ കൊണ്ട് ഈ 118 എലമെൻസുകളെ ഇങ്ങനെ ടേബിൾ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഈ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയ ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ഇതിനെ അറേഞ്ച് ചെയ്തത്, എന്തിൻ്റെ ബേസിലാണ് ഇവരെ അറേഞ്ച് ചെയ്തതെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇന്നിപ്പം നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളാണ്. ഈ 118 എലമെൻസുകളുള്ള 118 എലമെൻറ്റ്സ് ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? പോയല്ലോ? കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞോ. എന്താ? ഒന്നുകൂടെ പറഞ്ഞോ, കേൾക്കുന്നില്ലല്ലോ, ഉറക്കെ പറ. അതെ, ഓർഗനസോൺ ആണ് നമ്മുടെ 118ാമത്തെ എലമെന്റ്. ഇത്ര എലമെന്റുകൾ നമ്മുടെ എവിടെയുണ്ട്? പീരിയോഡിക് ടേബിൾ ഉണ്ട്. എന്നിട്ട് കുറേ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ എന്താണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ കേട്ടോ. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കുറച്ച് വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ എവിടെ ഉണ്ട്? നമ്മുടെ പീരിയോഡിക് അതെന്തിനാണ് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇട്ടേക്കുവന്നോ? അല്ല, ഇനി എന്ത് ചെയ്യും? എലമെന്റ്സുകൾ കണ്ടെത്തും, അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പീരിയോഡിക് ടേബിൾ, ഈ ടേബിൾ എങ്ങനെ വന്നു എന്നുള്ള കാര്യം പഠിക്കാൻ പോവാം. ഇതാ നോക്കിക്കേ, നിങ്ങൾക്ക് ഇതാ ഒരു ടേബിൾ ഞാൻ തന്നിട്ടുണ്ട്. ആ ടേബിളിനകത്ത് ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് ട്രയാഡ്സ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. എന്താണ്? ട്രയാഡ്സ്. ഈ ട്രയാഡ്സ് ആരാ കൊണ്ടുവന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോബറൈനർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. എന്തോ ഈ ട്രയാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നറിയാമോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ ട്രയാഡ്സ്? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നോക്കിക്കേ മക്കളെ, ഞാനൊരു നമുക്ക് അറിയാത്തൊരു എലമെന്റ്സ് എക്സ്, വൈ, ഇസഡ് 3 എലമെന്റുകൾ ഞാൻ എടുത്തു. ഈ ട്രയാഡ്സിൽ എന്തോ പറഞ്ഞേക്കുന്നതെന്ന് പറയുക, ഞാൻ എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്ന 3 എലമെന്റുകൾ ഞാൻ എടുത്തു. അപ്പോൾ ഈ ഡോബറൈനർ പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ, ആ ഗ്രൂപ്പും പീരീഡും എന്തോന്ന് ഞാൻ പറയാം. ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ അറ്റോമിക് ഭാരം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആളുടെ അറ്റോമിക് ഭാരം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ആളുടെയും തേർഡ് ആളുടെയും കൂടെ ആവറേജ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഡോബറൈനർ പറഞ്ഞേക്കുന്നത്
നമ്മുടെ പീരിയോഡിക് ടേബിളിൽ അടുത്തടുത്തുള്ള 3 എലമെന്റ്സുകൾ എടുക്കുവാണെങ്കിൽ, പീരീഡിൽ വരുന്ന 3 എലമെന്റ്സുകൾ എടുക്കുവാണെങ്കിൽ, അതിനെ നടുക്കത്തുള്ള ആളെ സെക്കൻഡ് എലമെന്റുകളുടെ അറ്റോമിക് ഭാരം എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെയും തേർഡിൻ്റെയും എന്തായിരിക്കും, ആവറേജ് ആയിരിക്കും എന്നാണ് ഡോബറൈനർ പറയുന്നത്. അങ്ങനെ ഡോബറൈനർ എന്ത് ചെയ്തു, ആ ഒരു രീതിയിൽ ഒരുപാട് എലമെന്റ്സുകൾ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു. പക്ഷെ അതൊരു ലിമിറ്റഡ് റേഞ്ചിൽ മാത്രമേ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തോ ട്രയാഡ്സ് എന്ന് മനസ്സിലായല്ലോ. ആരാ ട്രയാഡ്സ് കൊണ്ടുവന്നെന്നും മനസ്സിലായല്ലോ. ആരാ കൊണ്ടുവന്നേ, ഡോബറൈനർ ആണ് കൊണ്ടുവന്നേ. ഓക്കെ ആണല്ലോ മക്കളെ, മനസ്സിലായോ? നിങ്ങളെല്ലാം Yes. ഉറങ്ങുവാണോ? Yes, yes. ആ, ഓക്കെ ഓക്കെ. നോക്കിക്കേ, അടുത്തത് നോക്കിക്കേ, അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരണം. ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതാരെ കൊണ്ടുവന്നു? ഞാൻ ന്യൂലാൻഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഈ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? എട്ടാ. ആ, 8 ആണ്. 8 ആണ് ഒക്ടറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ന്യൂലാൻഡ് പറയുന്നത് നമ്മൾ എലമെന്റ്സ് എഴുതുക, 1 മുതൽ 8 വരെയുള്ള എലമെന്റ്സ് എടുക്കുമ്പോൾ, 1 മുതൽ 8 വരെയുള്ള എലമെന്റ്സ് എടുക്കുമ്പോൾ ഈ ഒന്നാമത്തെ എലമെന്റ് ഉണ്ടല്ലോടാ മക്കളെ, ഈ ഒന്നാമത്തെ എലമെന്റ് സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും ആര് കാണിക്കുന്നത്, നമ്മുടെ 8ാമത്തെ എലമെന്റ്സ് കാണിക്കുന്നതെന്നാ പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? 1 മുതൽ 8 വരെയുള്ള എലമെന്റ്സ് എടുക്കുമ്പോൾ ഒന്നാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി 8ാമത്തെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിച്ച് വരുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? ന്യൂലാൻഡ് പറഞ്ഞു. അങ്ങനെ ഈ ആവർത്തനത്തിന്റെ ബേസിലാണ് ന്യൂലാൻഡ് എന്ത് ചെയ്തത്, പീരിയോഡിക് ടേബിളിൽ അറേഞ്ച്മെന്റ് നടത്തിയത്. ന്യൂലാൻഡിനും എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് എലമെന്റ്സുകളെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ ഉള്ള ഒന്നാമത്തെ എന്തോ പറഞ്ഞേക്കുന്നത്, സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റിന്റെയും തേർഡിന്റെയും ആവറേജ് ആയിരിക്കും അവരുടെ അറ്റോമിക് ഭാരം. അത് കൊണ്ടുവന്ന ട്രയാഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ഡോബറൈനർ. ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, നമ്മുടെ ന്യൂലാൻഡ് കൊണ്ടുവന്ന ആ 8 ആദ്യത്തെ 8 എലമെന്റ്സിൽ ഒന്നാമത്തതിന്റെയും 8ാമത്തിന്റെയും പ്രോപ്പർട്ടി എന്തായിരിക്കും, ആവർത്തിക്കുന്നു. മനസ്സിലായി? നമ്മുടെ സരിഗമ പദനിസ അറിയാവോ നിങ്ങൾക്ക്? അറിയാവോ? സംഗീതം Yes. പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ഈ സരിഗമ പദനിസ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഈ സരിഗമ പദനിസ, ഞാൻ സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഈ സരിഗമ പദനിസയില് നമ്മൾ ഇങ്ങനെ എഴുതത്തില്ലേ, സരി ഗമ പദനിസ, ഇങ്ങനെ എഴുതത്തില്ലേ നമ്മള്. നോക്കിക്കേ, പദനിസയില് ഈ സാധനാണല്ലോ ദാ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നേ. ഈ സാധനാണല്ലോ ദാ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്, അല്ലേ മക്കളെ? നോക്കിക്കേ, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8. അപ്പോ ന്യൂലാൻഡ് ഒന്നുകൂടെ പറഞ്ഞു, നമ്മുടെ എലമെന്റ്സുകൾ എങ്ങനാ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പോലെ അല്ലെ, മ്യൂസിക് നോട്ട് പോലാണെന്ന്. ആരോ ഇൻസ്ട്രുമെന്റ് അല്ല, മ്യൂസിക് നോട്ട് പോലാന്ന് പറഞ്ഞു. കാരണം ഈ സാധനം ആയിരിക്കും ഇവിടെ ഉച്ചരിക്കുമ്പോൾ അതേ സ്വരവും പിച്ചും ഒക്കെ അതേപോലൊക്കെ ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞത്? ന്യൂലാൻഡ് പറഞ്ഞത്. അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഞാൻ ഇവിടെ നോട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, എലമെന്റുകളെ മ്യൂസിക് നോട്ടുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി അടുത്തതിലോട്ട് നമ്മൾ പോവാണ്. ദ ലോഥർ മെയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ അറ്റോമിക് വോളിയത്തിന്റെ, ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം, പുള്ളി മാത്രമേ അറ്റോമിക് വോളിയത്തിന്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, എലമെന്റുകളെ വർഗീകരിച്ചിട്ടുള്ളൂ. ലോഥർ മെയർ എന്ത് ചെയ്തു, അറ്റോമിക് വോളിയത്തിന്റെ ബേസിൽ. അപ്പൊ ഡോബറൈനർ ട്രയാഡ്സ്, ന്യൂലാൻഡ് ഒക്ടേവ്സ്, അതേപോലെ അറ്റോമിക് വോളിയം ആണെങ്കിൽ ആരാ, ലോഥർ മെയറും കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ആന്റോണിയോ ലാവോസിയർ പറഞ്ഞു, ഈ എലമെന്റ്സുകളെ മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ആരെ? ആന്റോണിയോ ലാവോസിയർ. അത് കഴിഞ്ഞിട്ട് മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവന്നത് മെൻഡലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം. കാണാതല്ല, മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാരണം ഇത് നമുക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ ആണല്ലോ? ഇതും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിച്ച് നമ്മൾ അടുത്തിലോട്ട് പോവുകയാണേ. ഇനി നോക്കിക്കേ, നമ്മൾ ഈ എലമെന്റ്സുകൾ നോക്കുന്ന സമയത്ത് ഈ എലമെന്റ്സുകൾക്ക് പേരിടണമല്ലോടോ. നമ്മൾ ഓരോ എലമെന്റുകളെ കണ്ടെത്തുന്നു, അവർക്ക് എന്ത് ചെയ്യണം, പേരിടണം. അപ്പൊ ഈ എലമെന്റുകൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുക. ഒന്നാമത്തെ ഒരു എലമെന്റ് നമ്മൾ എടുക്കുക, ഹൈഡ്രജൻ. നോക്കിക്കേ മക്കളെ, നമ്മുടെ ഹൈഡ്രജന്റെ സിമ്പൽ എങ്ങനാ, ഹൈഡ്രജന്റെ സിമ്പൽ എങ്ങനാ, H എന്നല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ ചില എലമെന്റുകൾക്ക് അതിന്റെ ആദ്യത്തെ സിമ്പൽ തന്നെ കൊടുത്തു. ചില എലമെന്റ് എക്സാമ്പിൾ കാൽസ്യം എടുത്തു ഞാൻ, കാൽസ്യം എടുത്തു. കാൽസ്യം എടുക്കുമ്പോൾ നോക്കിക്കേ, CA ആണ് അതിന്റെ എന്ത് ചെയ്യുന്നത്, അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ CA എടുത്ത് എങ്ങനെ, അതാണ്ട് കാൽസ്യത്തിന്റെ സിയും എയും അങ്ങനെ എടുത്തു. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്തു, എലമെന്റുകൾ ഈ കോളത്തിനകത്ത് നമുക്ക് ഇവരുടെ പേര് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സിമ്പലുകൾ കൊടുത്തത്.
അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് ചില എലമെന്റ്സുകൾക്ക് എന്താ ഇങ്ങനത്തെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അല്ലെ രണ്ടക്ഷരം അല്ലാതെ വേറെ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. നോക്കിക്കേ, അതിനകത്ത് ഒന്നാമത്തെ ആളാണ് ആന്റിമണി എന്ന് പറയുന്ന എലമെന്റ്. ആന്റിമണി എന്ന് പറയുന്ന എലമെന്റ് സിമ്പൽ എസ് ബി ആ. നോക്കിക്കേ, AN അല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്, SB അല്ലേ കൊടുത്തേക്കുന്നത്. അതെങ്ങനാ പേര് വന്നു വെച്ചാൽ ആന്റിമണിയുടെ ലാറ്റിൻ നെയിം എന്ന് പറഞ്ഞാൽ സ്റ്റിബിയം എന്നാണ്. അപ്പൊ അതിൽ നിന്നാണ് അതിനകത്ത് എസും ഈ ബിയുടെ ചേർത്താണ് നമുക്ക് SB എന്ന് വന്നത്. അതുപോലെ കോപ്പറിന്റെ ലാറ്റിൻ നെയിമാണ് കുപ്രം, ഗോൾഡിന്റെ ഓറം, അയണിന്റെ ഫെറം, ലെഡിന്റെ പ്ലംബം, മെർക്കുറിയുടെ ഹൈഡ്രാജിറം, പൊട്ടാസ്യത്തിന്റെ കാൽസ്യം, സിൽവറിന്റെ അർജന്റം, അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും ടങ്സ്റ്റൺ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പേര് കൊടുത്തത് എന്തിന്റെ ബേസിലാ? ലാറ്റിൻ നെയിമിന്റെ ബേസിലാണ്. ഓക്കെ ആണോ പറഞ്ഞത്? ആദ്യം നമ്മൾ എങ്ങനെ പേര് കൊടുത്തു? ആദ്യത്തെ എലമെന്റ് നെയിമിന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡ് ലെറ്ററും, പിന്നീട് നമ്മൾ കൊടുത്ത ലാറ്റിൻ നെയിം വെച്ച് കൊടുത്തു. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മളത്തെ എക്സാമിന് ചോദിക്കും, സ്റ്റിബിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? ആന്റിമണിയാണ്. സ്റ്റിബിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ആന്റിമണിയാണ്. ഓറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഗോൾഡ് ആണ്. ഇതൊക്കെ ആണല്ലോ, ഇതും പഠിക്കണേ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, എന്നിട്ടും നമ്മുടെ 118 പേരില്ലയോ, എന്നിട്ടും തീരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഓരോ സയന്റിസ്റ്റിന്റെ പേര് കൊടുത്തു. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദാ ഈ സയന്റിസ്റ്റിന്റെ പേര് ദാണ്ട് ഞാൻ ഇവിടെ സ്റ്റാർ വരച്ച് വെച്ചേക്കോ, ഇത് നിങ്ങൾ നോക്കി വെച്ചേക്കണം. ഈ സയന്റിസ്റ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന എലമെന്റ്സുകൾ എപ്പോഴും ഇവരുടെ അറ്റോമിക് നമ്പർ, ഇവരുടെ മാസ് നമ്പർ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഐൻസ്റ്റീന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് എന്ത്? ഐൻസ്റ്റീനിയം. അതേപോലെ മേരി ക്യൂറി, പിയറി ക്യൂറിയിലെ അവരുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ക്യൂറിയം, അതിന്റെ സിമ്പലാണ് CM. ആൽഫ്രഡ് നോബലിന്റെ പേരിലാണ് നൊബിലിയം, NO. എനസ്റ്റ് റുദർഫോർഡിന്റെ പേരിൽ RF ആണ്, റുദർഫോർഡിയം. എൻറിക്കോ ഫെർമിയുടെ പേരിൽ ഫെർമി അറിയപ്പെടുന്നു, FM. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്തു? സയന്റിസ്റ്റിന്റെ പേരും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പൊളോണിയം, പോളണ്ടിന്റെ പേരിലാണ്. അങ്ങനെ ഒരുപാട്, അതേപോലെ ഗ്രഹങ്ങളുടെ പേരിൽ, അങ്ങനെ ഒരുപാട് പേരുകൾ എന്ത് ചെയ്തു? വന്നു നമ്മുടെ പീരിയോഡിക് ടേബിൾ. അങ്ങനെ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സുകൾക്ക് പേര് കൊടുക്കുന്ന പ്രൊസീജിയർ മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? നമുക്ക് വേക്കൻ്റ് ആയിട്ട് ഇട്ടേക്കുന്ന സ്ഥലങ്ങളില്ലേ, അവർക്ക് പേര് കൊടുക്കുന്നതിനും ഒരു റൂള് ഫോളോ ചെയ്യണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സയന്റിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ റൂളിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓർഗാനോസോണിനും നിഹോണിയത്തിനും ഒക്കെ പേര് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിച്ചിട്ട് അടുത്ത കാര്യത്തിലൂടെ പോവാണേ. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. നമ്മളുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിവിടെ നോക്കിക്കേ, കുത്തനെയും നിരനിരയായിട്ടും എന്തുണ്ട്? വരികളുണ്ട്. ദാ ഇങ്ങനെ കുത്തനെ പോയേക്കുന്ന ആളുകളെ കണ്ടോ? ദാണ്ട് ഇങ്ങനെ പോയേക്കുന്ന ആളുകളെ, ഇങ്ങനെ പോയേക്കുന്ന വരികളെ കണ്ടോ? ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രൂപ്പ് എന്ന് വിളിക്കുക. എന്ന് വിളിക്കും? ഗ്രൂപ്പ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, അങ്ങനെ എത്ര ഗ്രൂപ്പുകൾ നമുക്കുണ്ട്? 1, 2, നമ്പർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എത്ര പേരുണ്ട്? ഇവിടെ 18 പേരുണ്ട്. അപ്പൊ 18 ഗ്രൂപ്പുകളും അതേപോലെ എത്ര പീരീഡാന്ന് നോക്കിക്കുക മക്കളെ. ഇവിടെ 7 പീരീഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ 2 പേര് കിടക്കുന്നില്ല, അവരെ എന്താ കൂട്ടാത്തെന്ന് ചോദിക്കും. അവരെ നമ്മൾ എന്താ വേറെ ഭാഗത്ത് നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും പേരെ പറ്റി പഠിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇവരെ മാറ്റി നിർത്തിയേക്ക്. ഇവരെന്താ മാറ്റി നിർത്തിയേക്കുന്നത്? നമ്മൾ ചില കൂട്ടുകാരെ മാറ്റി നിർത്തത്തില്ലയോ? നമ്മളുമായിട്ടൊരു വൈബല്ലാത്ത ആളുകളെ, അവൻ വൈബല്ല, അവനെ നമുക്ക് മാറ്റി നിർത്തിയേക്കാന്ന് പറഞ്ഞ് ചില ആളുകൾ മാറ്റി നിർത്തത്തില്ലയോ? നമ്മൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആളുകൾ, നമ്മൾ അടിച്ചുപൊളിക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒതുങ്ങിക്കൂടിയ ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകുമോ? അതേപോലെ തന്നെ ഇവർ നോക്കിക്കേ, ഇവർ ഇത്രയും പേരും ഒരേ തരത്തിലുള്ള ആളുകളാണ്. ഒരേ തരത്തിലല്ല, അവർക്ക് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവരുമായിട്ട് വ്യത്യസ്തരാ അവര്. അങ്ങനെ നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും നമ്മുടെ എവിടെ ഉണ്ട്? പീരിയോഡിക് ടേബിൾ ഉണ്ട്. ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായോ? പോയോ എല്ലാരും? ഉറങ്ങി എല്ലാരും? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ എന്താണ് പീരിയോഡിക് ടേബിൾ, അതിനകത്തുള്ള ഓരോ ആളുകൾ, S ബ്ലോക്ക്, P ബ്ലോക്ക്, അങ്ങനെ ഓരോ ബ്ലോക്കുകളെ പറ്റിയൊക്കെ പഠിക്കാൻ പോവാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിമിത്രി മെൻഡലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ആരാ? ദിമിത്രി മെൻഡലീവ് ആണ്. അത് പീരിയോഡിക് ടേബിളിന്റെ അച്ഛനെന്ന് ചോദിച്ചാൽ ആരെ പറയണം? മെൻഡലീവ് എന്ന് പറയണം. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പറയണം? മോസ്ലിയെ പറയണം. അത് പഠിക്കാൻ എളുപ്പമാണ് മക്കളെ. അതായത് മോഡേൺ മോസ്ലി ഓർത്താൽ മതി. മോഡേൺ ആരാ? മോസ്ലി എന്ന് ഓർത്താൽ മതി. ഇനി ട്രയാഡ്സ് കൊണ്ടുവന്ന ആളെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. ഡോബറൈനർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് എന്ത് കൊണ്ടുവന്ന? ട്രയാഡ്സ് കൊണ്ടുവന്ന. ട്രയാഡ്സ് എന്തോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അത് കഴിഞ്ഞ് നോക്കിക്കേ, പിക്ക് ദ എക്സാമ്പിൾ ഓഫ് ട്രയാഡ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഇവർ ഇത്രയും പേരും എന്താ ട്രയാഡ്സുകളാ. ഇവർ എത്ര താണ്ടെ ലിഥിയത്തിൻ്റെ അറ്റോമിക് ഭാരം എന്ന് പറഞ്ഞാൽ 7ആണ്, സോഡിയം 23, പൊട്ടാസ്യം 39. ഇവരുടെ രണ്ടിൻ്റെയും കൂടെ ആവറേജ് ആയിരിക്കും ഈ 23 എന്ന് പറയുന്നത്. അതാണ് ട്രയാഡ്സ്. ഇതെല്ലാം എന്താണ്? എക്സാമ്പിൾ ഓഫ് ട്രയാഡ്സ് ആണ്. ഓക്കെ ആണല്ലോ? എന്തിൻ്റെ എക്സാമ്പിളാ? എക്സാമ്പിൾ ഓഫ് ട്രയാഡ്സ് ആണ്. എന്തെന്ന് ഈ കൊടുത്തേക്കുന്ന എല്ലാ ആളുകളും എക്സാമ്പിൾ ആണ് എന്തിൻ്റെ? ട്രയാഡ്സിൻ്റെ. കാണാതെ പഠിച്ചോണേ. നോക്കിക്കേ, നമുക്ക് എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡ്. മക്കളെ അതായത് ഇവിടെ തെറ്റുണ്ട്, ഇത് ഗ്രൂപ്പാണ്, ജി ആണേ. ആ പീരീഡ് 7 ഉണ്ട്. അതേപോലെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട്. ടോട്ടൽ 118 എലമെന്റ്സുകൾ നമുക്കുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ പോകുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ സയൻറ്റിസ്റ്റിൻ്റെ പേര് പഠിച്ചു, അതേപോലെ ലാറ്റിൻ നെയിം പഠിച്ചു. ആരൊക്കെയാണ് പീരിയോഡിക് ടേബിൾ നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിൻ്റെ ബേസിൽ നമുക്ക് പീരിയോഡിക് ടേബിൾ കൊണ്ടുവരുന്നതിന് മുന്നേ ആളുകൾ നടത്തിയ എന്തൊക്കെ ഓരോ എക്സ്പെരിമെൻ്റ്, ഡിമിത്രി മെൻഡലീവ് കൊണ്ടുവന്നത്, ഡോബറൈനർ കൊണ്ടുവന്നത്, അതേപോലെ തന്നെ ന്യൂലാൻഡ് കൊണ്ടുവന്നത്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് എന്ത്? എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരീഡ് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ? അതാ നോക്കിക്കേ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സബ് ഷെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എടാ, നമുക്കൊരു ആറ്റം വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എങ്ങനെ നമ്മൾ ആറ്റം വരയ്ക്കുന്നത്? നമുക്കൊരു ആദ്യം ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ള ആരൊക്കെയുണ്ട് മക്കളെ? പറഞ്ഞേ, ന്യൂക്ലിയസിനുള്ള ആരൊക്കെയാ വരുന്നേ? പ്രോട്ടോണ്, ആ ന്യൂട്രോൺ. പ്രോട്ടോണും ന്യൂട്രോണും ഇവിടെ വരുന്നുണ്ട്, നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ വരുന്നു. അതിന് ചുറ്റും എന്തുണ്ട് മക്കളെ? ചുറ്റും എന്തുണ്ട്? ഷെല്ലുകളുണ്ട്. ആ ഷെല്ലുകളിൽ ആര് കാണപ്പെടുന്നുണ്ട്? ഇലക്ട്രോൺസിനെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അപ്പൊ ഈ വരച്ചേക്കുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെല്ലെന്ന്. ഓക്കെ, ഈ ഷെല്ലുകൾ 4 രീതിയിലുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ, എൽ, എം, എൻ എന്ന് പറയുന്ന ഷെല്ലുകൾ. 4 അല്ല, അതിൽ കൂടുതലുണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് 4 ഷെല്ലുകളെ പറ്റി മാത്രം പഠിച്ചാൽ മതി. ഈ ഷെല്ലുകളിലാണല്ലോ മക്കളെ ഇലക്ട്രോൺസുകൾ കാണപ്പെടുന്നത്. ഇലക്ട്രോൺസുകൾ ചുറ്റിക്കറങ്ങുന്ന എവിടെ? ഷെല്ലുകളിലാണ്. അപ്പോൾ ഓരോ ഷെല്ലുകളിലും എത്ര ഇലക്ട്രോൺസ് വീതം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കിക്കേ, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺ. പരമാവധിയാണേ. എൽ ഷെല്ലിൽ എത്ര ഉണ്ടെന്ന് പറയാവോ? 8. 8. ബാക്കിയുള്ളവരെ ഇറങ്ങിപ്പോയോ? ഒരാൾ മാത്രമേ പറയുന്നുള്ളല്ലോ. എമ്മിലോ? 18. എമ്മില് 18. എന്നിൽ എത്ര ഉണ്ട് മക്കളെ? 32. 32. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏതാണ്ട് 2n² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെല്ലാണ്. അതാണ്ട് ഇതിനെ നമ്മൾ 1, 2, 3, 4 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 × 1². ഒന്നാമത്തെ ഷെല്ലിൽ 2 പേര്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി ഈ ഷെല്ലുകൾക്ക് എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ആ സബ് ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്, പി, എ, ഡി, എഫ് എന്ന് പറയുന്ന സബ് ഷെല്ലുകൾ. ഈ സബ് ഷെല്ലിനകത്ത് എന്തുണ്ട് മക്കളെ? ഓർബിറ്റിലുണ്ട്. എന്താ മക്കളുണ്ട്? ഓർബിറ്റ് ഉണ്ട്. ഈ ഓർബിറ്റിനകത്താണ് ആരുള്ളത്? സത്യത്തിൽ നമ്മുടെ ഇലക്ട്രോൺസുകളുള്ളത്. പറഞ്ഞത് മനസ്സിലായോ? ഷെല്ലുണ്ട്, ഷെല്ലിനകത്ത് സബ് ഷെല്ലുണ്ട്, സബ് ഷെല്ലിനകത്താണ് ആരുള്ളത്? ഓർബിറ്റ്. ഓർബിറ്റിനകത്ത് ആരുണ്ട്? നമ്മുടെ ഇലക്ട്രോൺസ്. എസിന് എത്ര ഓർബിറ്റ് ഉണ്ടെന്ന് അറിയാമോ മക്കളെ? എസിന് എത്ര ഓർബിറ്റ് ഉണ്ടെന്ന് അറിയാമോ? 2. എസിന് 2 ഓർബിറ്റ് ഉണ്ടോ? അല്ല. 2 ഓർബിറ്റ് ആണോ 2 ഇലക്ട്രോൺസ് ആണോ ഉള്ളത്? പറ. 0. എസിന് എത്ര ഉണ്ട്? എസിന് ഒറ്റ ഒരു ഓർബിറ്റിലേ ഉള്ളൂ. ആ ഒറ്റ ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? പരമാവധി 2 പേര് ഉൾക്കൊള്ളും. പിയിൽ എത്ര ഉണ്ട്? അപ്പം പിയിൽ എത്ര ഉണ്ട്? 2 അല്ല 3. 2 3 ഉണ്ട്. 6. ഉണ്ട്. അപ്പൊ ഡിയിൽ എത്ര ഉണ്ടടാ മക്കളെ? 5. 5. 5 ഓർബിറ്റിലുണ്ട്. ഇത് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആ ഒരു വലിയ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ഫില്ലിംഗ് ഒക്കെ പഠിക്കും നമ്മൾ. അറ്റോമിക് ഓർബിറ്റിന്റെ ഫില്ലിംഗ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ സബ്ഷെൽ എഴുതിയത് കൊണ്ട് മാത്രം പറഞ്ഞുതരാം. അപ്പൊ എഫിനകത്ത് എത്ര ഓർബിറ്റ് ഉണ്ട് മക്കളെ? എഫിൽ എത്ര 7. ഓർബിറ്റ് ഉണ്ട്? 7 പേരുണ്ട്. ഇങ്ങനെ 7 പേര് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്.
ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിക്കേ, ഇതിനകത്ത് ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസുകൾ കാണപ്പെടും? ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് കാണപ്പെടും? 2. മാക്സിമം എത്ര ഇലക്ട്രോൺസാ? 2 ഇലക്ട്രോൺസുകൾ കാണപ്പെടും. മക്കളെ, ഈ എക്സ്ട്രാ പറയുന്ന പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞ പോലെ ബുക്കും അല്ലെ റഫ് ബുക്കോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ആയിട്ടല്ലേ ഇരിക്കുന്ന ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കണേ. കാരണം നമ്മൾ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ചില പോയിന്റ്സുകൾ വരുന്നത്. അപ്പൊ നമ്മൾ അതങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കണം. ചിലപ്പോൾ നമുക്ക് ഈ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും കിട്ടണമെന്നില്ല. നമ്മളല്ലാതെ ഈ പറഞ്ഞു പോകുന്ന പോയിന്റ്സിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ചിലപ്പോൾ മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചേക്കണേ. അപ്പോൾ ഒരു ഓർബിറ്റിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസുകൾ നിറയാം? 2 ഇലക്ട്രോൺസ് നിറയാം. എസിന് എത്ര എണ്ണം? ഒരു ഓർബിറ്റ്. പിക്ക് 3, ഡിക്ക് 5, എഫിന് എത്ര? 7. 2, അതേപോലെ തന്നെ 3, 5, 7. അപ്പൊ ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഇവിടെ 2 ഇലക്ട്രോൺസ്, ഇവിടെ 6 ഇലക്ട്രോൺസ്, ഇവിടെ 10 ഇലക്ട്രോൺസ്, ഇവിടെ 14 ഇലക്ട്രോൺസ്. ഇത്രയും പേരെ എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. നോക്കിക്കേ, നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിക്കേ. ഈ പീരിയോഡിക് ടേബിളിൽ ദാണ്ട് ഈ 2 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇവരെ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എന്ന്. എന്താ? എസ് ബ്ലോക്ക്. ദാണ്ട് 13 മുതൽ 18 വരെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക് എന്ന്. എസ് ബ്ലോക്ക് എന്ന് പറയുമ്പം 1ഉം 2ഉം ഗ്രൂപ്പ് വരും. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ഇവിടെ വരും, പി ബ്ലോക്കിൽ വരും. ഇനി നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ്, അതെത്ര? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഇവിടെ വരുന്നു, ഡി ബ്ലോക്കിൽ വരുന്നു. അത് കഴിഞ്ഞ് എഫ് ബ്ലോക്കിൽ വരുന്ന ആളുകളാണ് ദാണ്ട് ഇവിടെ കിടക്കുന്ന ആളുകൾ, ഇവിടെ മാറി കിടക്കുന്ന ആളുകളില്ലേ, അവര്. പറഞ്ഞ മനസ്സിലായോ? അപ്പം എസ് ബ്ലോക്ക് ആരൊക്കെ ചേരുന്നതാ? പറ. 1, 2 group. 1, 2. അപ്പൊ പി ബ്ലോക്കോ? 13 അതെ. ഡിയോ? 3 to മുതൽ 12. 12. അതെ. എഫ് ബ്ലോക്കിനെ പറ്റി നമ്മൾ പിന്നീട് നമുക്ക് എഫ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അവർ മാറിക്കിടക്കുന്ന ആളുകളല്ലേ, അപ്പൊ അവരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് പഠിക്കാം. അതിന് മുന്നേ നമ്മൾ നോക്കിക്കാൻ നമുക്ക് എത്ര പീരീഡ്സ്, നമുക്ക് എത്ര ബ്ലോക്കുകൾ ഉണ്ടെന്ന് പറയാം പീരിയോഡിക് ടേബിളിൽ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അപ്പൊ പറയാം 1, 2 ഗ്രൂപ്പുകൾ എവിടെ വരുന്നുണ്ട്? നമ്മുടെ എസ് ബ്ലോക്കില്. പിന്നെ പി ബ്ലോക്കിൽ ആരൊക്കെയാ? എത്ര മുതൽ എത്ര വരെയാ പറഞ്ഞേ? 13 to 18. 30 മുതൽ 80 വരെ. പിന്നെ ഡി ബ്ലോക്കിലോ? 3 to 12. 3 to 12. എഫ് ബ്ലോക്കിലെ കാര്യം നമ്മൾ എന്ത് ചെയ്യും? അവർ ലാന്തനേഡുകളും ആക്ടിനേഡുകളും ആ വരുന്നത്, അത് നമ്മൾ പഠിക്കും. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സുകൾ ആരൊക്കെയാണ്, എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത്. എസ് ബ്ലോക്ക് എലമെന്റ്സുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പി ബ്ലോക്ക് പഠിക്കും, ഡി ബ്ലോക്ക് പഠിക്കും, എഫ് ബ്ലോക്ക് പഠിക്കും. അപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന പോർഷനകത്തുള്ള എല്ലാ കാര്യങ്ങളും കവർ ആകും. ഓക്കെ ആണല്ലോ? നമ്മൾ ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി പഠിക്കുക. എസ് ബ്ലോക്ക് എലമെന്റ്സിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുള്ള ആദ്യത്തെ എലമെന്റുകൾ, അവരെ നമ്മൾ വിളിക്കുന്ന ഒരു ചെല്ലപ്പേരാണ് ആൽക്കലി മെറ്റൽ. ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്നറിയപ്പെടും? ആൽക്കലി മെറ്റൽ എന്നറിയപ്പെടും. രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന്. എന്തെന്നറിയപ്പെടുന്നത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഇനി നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ പറ്റി പഠിക്കുക. നോക്കിക്കേ, ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇങ്ങനെ ഇത്രേ ആളുകൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ്. പറഞ്ഞ മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ്സ്, ഇവരാരൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം പഠിച്ചേ പറ്റൂ. നമുക്ക് 118 എലമെന്റ്സിനെ പഠിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഈ ഗ്രൂപ്പിലും പീരീഡിലും ഒക്കെ വരുന്ന കുറച്ച് ആളുകളെ പഠിക്കണം. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റത്തുള്ളൂ. അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? കാണാതെ തന്നെ പഠിക്കണം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ചില ആളുകൾക്ക് എന്താ ഇതൊക്കെ പഠിക്കാൻ കുറച്ച് മടിയായിരിക്കും, അപ്പൊ അവർക്ക് ഇത് അറിയത്തില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് പറയുന്നത്, നിങ്ങളെല്ലാം നല്ല മിടുക്കൻ പിള്ളേരാ, പക്ഷെ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്ക് നോക്കിക്കേ, ഇവർ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറാ. എന്താ മക്കളെ? ഇവരെല്ലാം എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറാ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എല്ലാം എന്താ? ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ. എന്താ മക്കളെ ഒരു പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ലൈഫ് തന്നെ എടുത്ത് നമ്മൾ ഒരാൾക്കൊരു കാര്യം വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ അയാൾക്കൊരു പോസിറ്റീവ് മൈൻഡാന്ന് പറയും അല്ലേ? അതേപോലെ തന്നെ ഇവർ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാണ്? വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അല്ലെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവരെന്താണ്? അപ്പൊ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എല്ലാം പോസിറ്റീവ് മൈൻഡുകാരാ. അവരെല്ലാം എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും.
ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ മെറ്റൽസ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എല്ലാം എന്താ മക്കളെ? മെറ്റൽസ് ആ. പക്ഷെ ആരൊഴിച്ച്? നമ്മുടെ ഹൈഡ്രജൻ ഒഴിച്ച്. നോക്കിക്കേ, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇവിടെ ദാ ഈ ഹൈഡ്രജൻ നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ, ഈ പീരിയോഡിക് ടേബിൾ ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ഹൈഡ്രജൻ കുറച്ച് മുകളിലായിട്ട്, അതാ ഈ ഹീലിയം കുറച്ച് മുകളിലായിട്ടായിരിക്കുന്നത്. പക്ഷെ ഇവരോട്ട് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന രീതിയിൽ പഠിക്കുന്നതാരെയാ? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിലും ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ചില പ്രോപ്പർട്ടീസ് ഒന്നും ആര് കാണിക്കാറില്ല? നമ്മുടെ ഹൈഡ്രജൻ കാണിക്കാറില്ല. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിൽ നമ്മുടെ ഹൈഡ്രജൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം എന്താണ്? മെറ്റൽസ്, ലോഹങ്ങളാണ്. വാലൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വാലൻസി 1 ആണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വാലൻസി 1 ആണ്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ എലമെന്റിനെ പറ്റി നമ്മൾ പഠിക്കുവാണ്, ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്താണ്? 1. അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്താണ്? ഹൈഡ്രജന്റെ 1 ആണ്. അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1. പല എക്സാമുകൾക്കും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? നമ്മുടെ ഹൈഡ്രജൻ ആണ്. അതേപോലെ വേറൊരു പ്രത്യേകതകളോട് എഴുതി വെച്ചേക്കണം. ന്യൂട്രോൺ ഇല്ലാത്ത എലമെന്റ് ആണ് ആര്? ഹൈഡ്രജൻ. ന്യൂട്രോൺ എവിടെ ഇല്ല? ഹൈഡ്രജനിൽ ന്യൂട്രോൺ ഇല്ല. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ മക്കളെ, റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് മെറ്റൽ. ആസിഡും മെറ്റലൂടെ ചേരുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതെങ്കിലും ഒരു ആസിഡ് ഇപ്പോൾ HCl-ഉം അതേപോലെ തന്നെ സിങ്ക് എന്ന് പറയുന്നൊരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസും അതേപോലെ സിങ്ക് ക്ലോറൈഡും ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. ഹൈഡ്രജൻ ഗ്യാസും ഇതുണ്ടാകും, അതേപോലെ സിങ്ക് ക്ലോറൈഡ്. അപ്പം ആസിഡ് മെറ്റലുമായിട്ട് എപ്പോൾ റിയാക്ട് ചെയ്താൽ നമുക്ക് ആരുണ്ടാകും? നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഭയങ്കര ഡെൻസിറ്റി, ഇവർക്ക് സാന്ദ്രത വളരെയധികം കുറവാണ്. സാന്ദ്രത കുറവായത് കൊണ്ടല്ലേ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺസ് ഒക്കെ പൊങ്ങിപ്പോകുന്നില്ലേ? സാന്ദ്രത വളരെയധികം കുറവാണ്. അതേപോലെ നോക്കിക്കേ, ഇവർക്ക് ഹൈ കലോറിഫിക് വാല്യൂ ആണ്. ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150 × 10⁻³ കിലോ ജൂൾ ആണ് ആരുടേത്? ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ അടുത്തറിയപ്പെടുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചർ ഓഫ് ഫ്യുവൽ എന്നറിയപ്പെടുന്നു. എന്താണ്? നമ്മുടെ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന ആളാരാണ്? ഹൈഡ്രജൻ ആണ്. കോമൺ കമ്പോണന്റ് ഓൾ ആസിഡ്. നോക്കിക്കേ, നമ്മുടെ ആസിഡ് നോക്കിയേ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇങ്ങനെ കുറേ ആസിഡുകൾ നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നോക്കി, ഈ ആസിഡിലെല്ലാം കോമൺ ഘടകമായിട്ട് ആര് വരുന്നുണ്ട്? ഹൈഡ്രജൻ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹൈഡ്രജന്റെ ഒന്നാമത്തെ പ്രത്യേകത അറ്റോമിക് നമ്പർ, മാസ് നമ്പർ 1 ആണ്. ആസിഡും മെറ്റലും റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലോ ഡെൻസിറ്റി ആണ്, ഹൈ കലോറിഫിക് വാല്യൂ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഓഫ് ഫ്യുവൽ എന്നറിയപ്പെടുന്നു. കോമൺ കമ്പോണന്റ് ഓഫ് ഓൾ ഗ്യാസ്, എല്ലാ ഗ്യാസുകളിലും എന്തുണ്ട്? നമ്മുടെ ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ, നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആളുടെ പേര് പറയാവോ? പോയോ? ഹലോ, ആരും ഇല്ലേ ഇവിടെ? ഉണ്ട്. ഹൈഡ്രജൻ കണ്ടെത്തിയ ആളുടെ പേര് പറയാമോ? പറഞ്ഞോ, കറക്റ്റാ. ആരും ഒരാൾ പറഞ്ഞു. ജോസഫ് പ്രീസ്ലി ആണ് എന്ത് ചെയ്ത് ഹൈഡ്രജൻ കണ്ടെത്തിയത്. പക്ഷെ ഹൈഡ്രജന് പേര് കൊടുത്ത ആൾ ആരല്ല? ജോസഫ് പ്രീസ്ലി അല്ല, ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എക്സ്ട്രാ നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് തരുമെന്ന് അറിയാമോ? നമ്മൾ ഇവിടെ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ടെലിഗ്രാമിൽ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ തരാം. നിങ്ങൾ അതെല്ലാം പഠിക്കണം. അതോ കേട്ടില്ല? ഈ ഹൈ കലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ? കലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരുന്നത്, നമ്മൾ കഴിക്കുന്ന ഫുഡില്ലേ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കലോറിക് വാല്യൂ കൂടുതലാന്ന് പറയത്തില്ലേ? ഇത്ര കാലോറിയുടെ ഫുഡാണ്, ഇത്ര എനർജി സപ്ലൈ ചെയ്യുമെന്ന് പറയത്തില്ലേ? നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ പറയത്തില്ലേ ഇത് ഇത്ര കലോറിയാണ്, ഇത്ര എനർജി പ്രൊവൈഡ് ചെയ്യും എന്ന് പറയത്തില്ലേ? അതുപോലെ ഹൈഡ്രജൻ ഗ്യാസിന് എന്തുണ്ട്? ഹൈ കലോറിഫിക് വാല്യൂ എന്നാ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഡൗട്ട് ചോദിച്ച ആൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, അടുത്ത കോമ്പൗണ്ടിലോട്ട് നമ്മൾ പോകുകയാണ്. അടുത്ത ആളുടെ പേരാണ് ലിഥിയം. ലിഥിയത്തിന്റെ പ്രത്യേകത എന്താ? മെറ്റൽ വിത്ത് ലോ ഡെൻസിറ്റി. മക്കളെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദാണ്ടെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലോ ഡെൻസിറ്റി എലമെന്റ്. ശ്രദ്ധിച്ച് നോക്കണം.
ലോ ഡെൻസിറ്റി എലമെന്റ് മൂലകമാണ്. എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മൂലകം. ലോ ഡെൻസിറ്റി എലമെന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനും. ലോ ഡെൻസിറ്റി ഉള്ള മെറ്റൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലോഹം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഥിയമാണ്. പറഞ്ഞ മനസ്സിലായോ? ലോ ഡെൻസിറ്റി ഉള്ളത് ഇവിടോട്ട് ഞാൻ എഴുതി വെക്കാം. ലോ ഡെൻസിറ്റി തിരിഞ്ഞു പോകരുത്. പരീക്ഷയ്ക്ക് കണ്ട ഒറ്റ ഒരു പോയിന്റ് നമുക്ക് തിരിഞ്ഞു പോകും. ലോ ഡെൻസിറ്റി ഉള്ള മെറ്റൽ ആണെങ്കിൽ ആരാ മക്കളെ? ലിഥിയവും. അതേപോലെ തന്നെ എലമെന്റ് ആരാണ്? ഹൈഡ്രജനുമാണ്. നോട്ട് ചെയ്തേക്കണേ. എലമെന്റ് ആരാണ്? ഹൈഡ്രജനുമാണ്. ലോ ഡെൻസിറ്റി ഉള്ള മെറ്റൽ ആണെങ്കിൽ ലിഥിയം, അതേപോലെ തന്നെ എലമെന്റ് ആണെങ്കിൽ ഹൈഡ്രജനുമാണ്. നമ്മുടെ മൊബൈൽ ബാറ്ററികളില്ലേ? നമ്മുടെ മൊബൈൽ ബാറ്ററികൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? നമ്മുടെ ലിഥിയം ബാറ്ററി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലിഥിയം ബാറ്ററി നമ്മൾ എവിടെ ഉപയോഗിക്കാറുണ്ട്? നമ്മുടെ മൊബൈൽ ബാറ്ററികളിൽ എന്ത് ചെയ്യാറുണ്ട്? ലിഥിയത്തെ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഇവരെ നമ്മൾ സൂക്ഷിക്കുന്ന മെഴുകില വാക്സിൽ പൊതിഞ്ഞാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. എന്തിനാ വാക്സിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത്? ഇവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് വാക്സിൽ എന്ത് ചെയ്യുന്നത്? പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ആളുകളാണ് സോഡിയവും പൊട്ടാസ്യവും. സോഡിയത്തെയും പൊട്ടാസ്യം കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാണ് ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടെത്തി. ഇവരെല്ലാം സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഇവരെ നമുക്ക് മുറിക്കാൻ പറ്റും. നമ്മുടെ കത്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ മുറിക്കാൻ പറ്റും. അതുകൊണ്ട് അത്രത്തോളം സോഫ്റ്റ് ആണ് ആര്? സോഡിയവും പൊട്ടാസ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നോക്കിക്കേ. ഇനി സോഡിയത്തിന്റെ കാര്യം പറയുവാണ്. നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറയത്തില്ലേ, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് പറയും, പ്രഷർ കുറവാണെങ്കിൽ പറയും നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് ഉപ്പിട്ട് കഞ്ഞവെള്ളമൊക്കെ കുടിക്കണം എന്ന് പറയും. അപ്പം നമ്മുടെ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുകയും നമ്മുടെ നെർവ് ഫങ്ഷത്തെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ആര്? സോഡിയം. അപ്പൊ സോഡിയം പൊട്ടാസ്യം കണ്ടെത്തിയ ആളാണ് ഹംഫ്രി ഡേവി. സോഡിയത്തിന്റെ പ്രത്യേകത നമ്മുടെ ബ്ലഡ് പ്രഷർ അതേപോലെ നെർവ് ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഡൈജഷനകത്ത് ഇമ്പോർട്ടൻറ്റ് റോൾ ആര് ഇത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സോഡിയം ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഡൗൺ പ്രോസസ്സ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, ഈ പ്രോസസ്സ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഈ ഡൗൺ പ്രോസസ്സ് വഴിയാണ് സോഡിയം നിർമ്മിക്കുന്നത്. അപ്പം സോഡിയം നിർമ്മിക്കുന്ന പ്രോസസ്സാണ് എന്ത്? നമ്മുടെ സോഡിയം പ്രൊഡക്ഷൻ നടത്തുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൗൺ പ്രോസസ്സ് എന്ന്. ഓക്കെ ആണല്ലോ. ഇനി സോഡിയമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോമ്പൗണ്ട്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾ താൽക്കാലികമായിട്ട് ഇവരുടെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. പിന്നീട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം വരും. അവിടെ നമുക്ക് ഇവരുടെ യൂസസ് പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്രയും പഠിച്ച് നമ്മൾ ലെങ്തി ക്ലാസ് ആയിട്ട് പോകണ്ടല്ലോ. അതുകൊണ്ട് ഇവരുടെ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഏതൊക്കെ പേരുകളാ നോക്കിക്കേ. NaOHന്റെ കെമിക്കൽ നെയിം എന്തുവാ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അറിയാത്തവർ എഴുതി വെച്ചേക്കണം. സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ആ കോമ്പൗണ്ട് അറിയപ്പെടുന്ന പേരാണ് കാസ്റ്റിക് സോഡ. അതേപോലെ സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. അവിടെ ബൈകാർബണേറ്റ് ബേക്കിംഗ്, ബേക്കിംഗ് അങ്ങനെ പഠിച്ചാൽ മതി. അതേപോലെ Na2SiO3 ഇതിനെ സോഡിയം തയോസൾഫേറ്റ് എന്നും വിളിക്കും. ഇത്രയും എന്താ? സോഡിയത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളാണ്. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പൊ ഇത്രയും എന്താ? സോഡിയത്തിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളാ. ഇനി ഇത്രയും പറഞ്ഞത് മനസ്സിലായോ മക്കളെ? പോയെല്ലാരും? ഓക്കെ. നോക്കിയേ, ഇനി അടുത്തത് പൊട്ടാസ്യത്തെ പറ്റി പറയുവാണ്. പൊട്ടാസ്യം നോക്കിയേ, ഹൈലി റിയാക്റ്റീവ് ഇൻ വാട്ടർ. അതേപോലെ സോഡിയവും ഹൈലി റിയാക്റ്റീവ് ആണ്. എനിക്ക് ആ സിനിമയുടെ പേര് ഓർമ്മയില്ല. നമ്മുടെ സൂര്യയുടെ ബ്രദറിന്റെ പേരെന്തോ? കാർത്തിക് അല്ലേ? കാർത്തി അല്ലേ? പുള്ളിയുടെ ഒരു സിനിമയിൽ ആ സിനിമ പുള്ളി മറ്റേ പോലീസ് ഓഫീസർ ആയിട്ടുള്ളൊരു സിനിമയിൽ ഒരു സോഡിയം പ്ലാന്റ് കാണിക്കുന്നുണ്ട്. അതിനകത്തോട്ട് പുള്ളി എന്തുണ്ട്? സോഡിയം നിറച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നർ കൊണ്ട്, ആ സിനിമയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. അതിന്റെ ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സിൽ കാണിക്കുന്നത് ഒരു വലിയൊരു വാട്ടർ ടാങ്കിലോട്ട് എന്ത് ചെയ്യുന്നു? ഈ സോഡിയം നിറച്ച ടാങ്ക്. അത് തന്നെ, സർദാർ. സർദാർ സിനിമയില് സോഡിയം നിറച്ച ഒരു ടാങ്ക് എവിടോട്ട് കൊണ്ട് ഇടിക്കുന്നുണ്ട്? നമ്മുടെ ആ ഒരു വാട്ടർ ടാങ്കിലോട്ട് കൊണ്ട് ഇടിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇടിക്കുന്നതെന്ന് അറിയാമോ? ഈ സോഡിയവും പൊട്ടാസ്യവും ഹൈലി റിയാക്റ്റീവ് ഇൻ വാട്ടർ. അതുകൊണ്ടാണ് പൊട്ടിത്തെറി ഉണ്ടാകും. സോഡിയവും പൊട്ടാസ്യവും എന്താ? ഹൈലി റിയാക്റ്റീവ്. അതുകൊണ്ട് ഇവർ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. സോഡിയത്തെയും പൊട്ടാസ്യത്തെയും എവിടെ സൂക്ഷിക്കുന്നത്? മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അതിന്റെ സോഡിയത്തിന്റെ കുറച്ച് കോമ്പൗണ്ട്സുകളെ പറ്റി പറയുവാണ്. KCl പൊട്ടാസ്യം സാൾട്ട് ആണ്. നമ്മൾ ഫുഡിലും മെഡിസിനിനകത്ത് ആര് ഉപയോഗിക്കാറുണ്ട്? ഈ സാൾട്ടിനെ ഉപയോഗിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കാസ്റ്റിക് പൊട്ടാഷ് ആണ് KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം നൈട്രേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത്. അത് നമ്മൾ എന്തായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? നോക്കിക്കേ.
ഒരു മിനിറ്റ്. ഓക്കെ, ഇന്ത്യൻ സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്ന ആൾ ആരാണ്? നമ്മുടെ കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഉണ്ട്. ഓക്കെ, ഉണ്ട്. ഓക്കെ. അപ്പം ഇന്ത്യൻ സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്ന ആളാണ് പൊട്ടാസ്യം നൈട്രേറ്റ്. ഇത് കാണാതെ നിങ്ങൾ പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാറുണ്ട്, എല്ലാ എക്സാമിനും ചോദിക്കും. എന്താ ഇങ്ങനെ അറിയപ്പെടുന്ന ആൾ ആരാന്നൊക്കെ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യും? ചോദിക്കും. സാൾട്ട് പീറ്റർ ആരാണ്, അതേ സോഡിയം പൊട്ടാഷ് ആരാണ് എന്നൊക്കെ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യും? ചോദിക്കും. ഇനി അടുത്ത നോക്കി, അടുത്ത ആളാണ് റുബീഡിയത്തെ പറ്റി നമുക്ക് വലുതായിട്ടൊന്നും പഠിക്കാനില്ല. നമുക്ക് ആകപ്പാടെ നമുക്ക് സ്ട്രോൺഷ്യം റുബീഡിയം ഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ഈ പാറകളൊക്കെ ഇല്ലേ, ഫോസിലുകളുടെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി നമ്മൾ റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ് ഉപയോഗിക്കണം. അവിടെ മാത്രമേ നമുക്ക് റുബീഡിയത്തെ പറ്റി പറയുന്നത്. നമ്മൾ സ്ട്രോൺഷ്യം പറയുന്ന സമയത്ത് നമ്മൾ റുബീഡിയത്തിന്റെ കാര്യം നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് സീസിയത്തിന്റെ പ്രത്യേകത പറയുവാണ്. സീസിയം നോക്കിക്കാൻ മക്കളെ, അറ്റോമിക് ക്ലോക്കുകൾ നമ്മൾ ആരും ഉപയോഗിക്കാറുണ്ട്? സീസിയത്തെ ഉപയോഗിക്കാറുണ്ട്. അറ്റോമിക് ക്ലോക്കുകൾ ആരും ഉപയോഗിക്കാറുണ്ട്? സീസിയത്തെ ഉപയോഗിക്കാറുണ്ട്. സീസിയത്തിന്റെ പ്രത്യേകത, അവർ ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ആര്? സീസിയം എന്ന് പറഞ്ഞാൽ ഹൈലി പോസിറ്റീവാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. ഇനി അടുത്താണ് ഫ്രാൻസിയം. മക്കളെ, ഈ ഫ്രാൻസിയം എന്ന് പറയുന്ന പേര് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഫ്രാൻസിയം എന്ന് പറഞ്ഞ പേര് കേട്ടിട്ട് എന്തെങ്കിലും ഓർമ്മ? ഫ്രാൻസിയം, ഫ്രാൻസ് ഓർമ്മ വന്നോ നിങ്ങൾക്ക്? രാജ്യത്തിന്റെ പേര്. രാജ്യത്തെ ഫ്രാൻസിന്റെ പേരിൽ നിന്നാണ് ഫ്രാൻസിയം എന്ന് പറയുന്ന എലമെന്റ് വന്നത്. ഫ്രാൻസിയത്തിന്റെ പ്രത്യേകത, മെറ്റൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽ ആണ് ആര്? നമ്മുടെ ഫ്രാൻസിയം. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. എലമെന്റ് വിത്ത് ലാർജ് അറ്റോമിക് സൈസ്. മക്കളെ, എന്തോ അറ്റോമിക് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിനി ഗ്രൂപ്പിന്റെയും പീരീഡിന്റെയും കുറച്ച് ഇമ്പോർട്ടൻസ് പ്രോപ്പർട്ടീസ് പഠിക്കും. അപ്പൊ എന്താണ് അറ്റോമിക് സൈസ്, എന്താണ് അറ്റോമിക് സൈസ് കൂടാൻ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതാ ഇവിടെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും എലമെന്റ്, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. ഹൈഡ്രജന്റെ പഠിച്ചു, ലിഥിയം പഠിച്ചു, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ തീർന്നു. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റണില്ലേ? കേൾക്കാം. നിങ്ങള് ഫുഡൊക്കെ കഴിച്ചാ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? സമയമായോ? വിശക്കുന്നുണ്ടോ? ഇല്ലയോ? അല്ല, എല്ലാവരും ഒരു ആക്റ്റീവ് അല്ലാതിരിക്കുന്നു. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അതാ നമ്മളിവിടെ കുറച്ച് ടേമുകൾ പഠിക്കും. ഈ ടേംസ് ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ പറയും. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് ഞാൻ ഈ ടേം ഇവിടെ പറഞ്ഞു തന്നില്ലേ, ഇത് എന്തോന്ന് പറഞ്ഞു തന്നില്ലേ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ അടുത്ത ചാപ്റ്ററുകൾ എടുക്കുന്ന സമയത്ത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അയ്യോ ഇല്ല ഞങ്ങൾ കേട്ടിട്ടില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. നോക്കിക്കേ, നമ്മൾ പീരിയോഡിക് ടേബിൾ, നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും പീരീഡും നമ്മൾ പഠിച്ചിട്ട് ഇങ്ങനെ താഴോട്ടുള്ള ആളുകളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഗ്രൂപ്പ് എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇങ്ങനെ കുറെ റുബീഡിയം, സീസിയം, ഇങ്ങനെ എലമെന്റ്സുകൾ പൊക്കോണ്ടിരിക്കുക. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോക്ക് വരുന്ന തോറും ഈ എലമെന്റ്സുകൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? പഠിക്കാൻ പോവാം. ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയുവാണ്. ഹൈഡ്രജൻ ടു നമ്മൾ ഫ്രാൻസിയം വരുന്ന സമയത്ത് ഗ്രൂപ്പിൽ നിന്നും താഴോട്ട് വരും തോറും നമ്മുടെ ഷെല്ലുകളുടെ എണ്ണം, എന്താ മക്കളെ? ഷെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചില്ലേ, ന്യൂക്ലിയസിന് ചുറ്റും എന്താ ഇങ്ങനെ വരച്ചു പോയില്ലേ? ഇതാണ് ഷെല്ല്. ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരും തോറും എന്ത് ചെയ്യും മക്കളെ? കൂടി വരും. എന്ത് ചെയ്യും? മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യും? കൂടും. ഗ്രൂപ്പിൽ നിന്ന് മുകളിലേക്ക് താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടും. ഷെല്ലുകളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ഇത് ന്യൂക്ലിയസ്, ഇതിന് ചുറ്റും എന്തുണ്ട്? ഷെല്ലുകളുണ്ട്. എനിക്ക് വലുതായിട്ട് പടം ഒന്നും വരയ്ക്കാൻ അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേ. പ്രോട്ടോണ്, ന്യൂട്രോണ്. അപ്പൊ ഇവിടെ എല്ലാം എന്തുണ്ട്? ഇലക്ട്രോൺസുകളൊക്കെ കാണപ്പെടുന്ന മേഖലയാണ് ഷെല്ല്, നമുക്കറിയാം. നോക്കിക്കേ, ഇനി അടുത്തത് നമ്മൾ അടുത്ത ഞാനൊരു ഷെല്ലൂടെ വരയ്ക്കാൻ പോവാം. നോക്കിക്കേ, ഇവിടെ എത്ര ഷെല്ലുണ്ട്? 1, 2, 3. ഇവിടെ ഒരു ഷെല്ലൂടെ ഞാൻ വരയ്ക്കാൻ പോവാ. ഇവിടെ 4 ഷെല്ലുണ്ട്. 1, 2, 3, 4.
നമ്മൾ ഗ്രൂപ്പിൽ താഴോട്ട് വരും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടി വരും. ഷെല്ലുകളുടെ എണ്ണം കൂടി വരിക എന്ന് പറയുമ്പോൾ നോക്കിയേ, അറ്റോമിക് സൈസ് എന്ത് ചെയ്യുക മക്കളെ, കൂടുവല്ലയോ ചെയ്യുന്നേ, അല്ലയോ? ഷെല്ലുകളുടെ ഈ സൈസ് ആണോ ഇതിനുള്ളത്? ഇത്തിരി കൂടുതലല്ലേ, വലുതല്ലേ? അപ്പൊ ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് കൂടും മക്കളെ? അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? അറ്റോമിക് സൈസ് എന്ത് ചെയ്യും മക്കളെ? കൂടും. ഓക്കെ ആണല്ലോ? അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? കൂടും. അപ്പം ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, അറ്റോമിക് സൈസ് കൂടുന്നു. മക്കളെ എന്താ റേഡിയസ്? നിങ്ങളൊക്കെ മാത്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് പഠിക്കാൻ. എന്താ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള വ്യത്യാസം പറ. മീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. ആ, നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ദാ ഇവിടം മുതൽ ദാ ഇവിടം വരെയുള്ള അകലമല്ലേ നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ പകുതി ദാ ഇത്രയും എടുക്കുന്നതല്ലേ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, നമ്മുടെ ഒരു ആറ്റം എടുക്കുന്ന സമയത്ത് ആറ്റവും ഷെല്ലുകളും വരയ്ക്കുമ്പോൾ ഇതൊരു സർക്കിൾ ആകൃതിയിലല്ലേ. അപ്പൊ ദാ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസ് മുതൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള അകലമല്ലേ മക്കളെ, അല്ലയോടാ മക്കളെ? അപ്പൊ നോക്കിക്കേ, ഈ ദാ ഇതാണ് ഇതിന്റെ റേഡിയസ്. ഇതിന്റെ റേഡിയസ് എവിടാ? ദാ ഇവിടം മുതൽ ഇവിടം വരെയാ. അപ്പൊ നോക്കിക്കേ, ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ അറ്റോമിക് സൈസ് കൂടും. അറ്റോമിക് സൈസ് കൂടുമ്പോൾ ആര് കൂടും? അറ്റോമിക് റേഡിയസ് കൂടും. അറ്റോമിക് എന്ത് കൂടും മക്കളെ? റേഡിയസ് കൂടും. അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും? ഇത്രയും പറഞ്ഞത് മനസ്സിലായി? ഇത് ഇതിനകത്തില്ല, നമ്മുടെ നോട്ടിനകത്തില്ല. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? മിസ് ഒന്നുകൂടി പറയോ? അറ്റോമിക് റേഡിയസ് അറ്റോമിക് റേഡിയസ് കൂടുന്നത് മക്കളെ, നമ്മൾ നമ്മുടെ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് റേഡിയസും ഡയമീറ്ററും പഠിക്കാനുണ്ടല്ലോ. നോക്കി, ഇതൊരു സർക്കിളാണ്. ഓക്കെ, ഈ സർക്കിളില് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള അകലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയമീറ്റർ. ഇത് ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായോ? ഡൗട്ട് ചോദിച്ച ആളോടുത്താ അതറിയാം. മനസ്സിലായി. ഓക്കെ, ഇതിന്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇപ്പൊ നോക്കിക്കേ, നമ്മൾ ഷെല്ലുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് ചുറ്റും ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളുണ്ട്. ഓക്കെ ആണല്ലോ? ഞാൻ എന്നിട്ട് എന്ത് പറഞ്ഞു? ഗ്രൂപ്പിന് മുകളിൽ നിന്നും താഴേക്ക് വരുംതോറും എന്ത് കൂടി വരുന്നു? ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നു. ഓക്കെ ആണല്ലോ? ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നു. ഈ കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായോ മോളെ? മനസ്സിലായി. നോക്കിക്കേ, ഈ ഈ ന്യൂക്ലിയസ് മുതൽ നമ്മുടെ ന്യൂക്ലിയസ് തൊട്ട് ദാ ഈ എൻഡ് കണ്ടല്ലോ, ലാസ്റ്റത്തെ ഷെല്ല്, നമ്മുടെ ഈ ലാസ്റ്റത്തെ ഷെല്ല് വരെയുള്ള അകലത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? റേഡിയസ് എന്ന് വിളിക്കും. ന്യൂക്ലിയസ് മുതൽ എവിടം വരെയാ? നമ്മുടെ ലാസ്റ്റത്തെ ഷെല്ല് വരെയുള്ള അകലത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? റേഡിയസ് എന്ന് വിളിക്കും. എന്ത് റേഡിയസ് അത്? അറ്റോമിക് റേഡിയസ്. മനസ്സിലായോ? അറ്റോമിക് റേഡിയസ് എന്നൊന്ന് മനസ്സിലായോ? പോയോ? എന്നുവെച്ചാൽ നമ്മുടെ ന്യൂക്ലിയസ് നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് തന്നെ ഇതിന് നമ്മൾ ആറ്റത്തിനകത്ത് വരുമ്പോൾ നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നു. നമ്മുടെ സെന്റർ മുതൽ ദാ ഇവിടെ വരെയുള്ള അകലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റോമിക് റേഡിയസ്. അപ്പൊ അറ്റോമിക് റേഡിയസ് ഒന്നാമത്തെ ആളുടെ കഴിഞ്ഞു. രണ്ടാമത്തെ ആളുടെ നോക്കിക്കാൻ മക്കളെ, ഷെല്ലുകളുടെ എണ്ണം കൂടി വന്നേക്കുക. ഇത്രയും വന്നു. ഇവിടെ ഒരു ഷെല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ അറ്റോമിക് റേഡിയസ്. ഇവിടെ എത്ര ഷെല്ല് വന്നു? 2 ഷെല്ലുകൾ വന്നു. 2 ഷെല്ല് വന്നപ്പോൾ അതാണ്ട് അറ്റോമിക് റേഡിയസ് കൂടിയത് കണ്ടോ? അത് ന്യൂക്ലിയസ് മുതൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റോമിക് റേഡിയസ്. അപ്പൊ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുംതോറും ഷെല്ലുകളുടെ എണ്ണം കൂടും, അറ്റോമിക് റേഡിയസ് കൂടും, അറ്റോമിക് സൈസ് കൂടും. മനസ്സിലായോ? ഡൗട്ട് ചോദിച്ചാൽ മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തൊരു കോൺസെപ്റ്റോടെ നമ്മൾ പറയാൻ പോവാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഇതൊക്കെ വായിക്കുവാണ് ഞാൻ. നമ്മുടെ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരും തോറും നമ്മൾ പറഞ്ഞു മെറ്റൽസ് എല്ലാം എന്താന്ന് പറഞ്ഞു? ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ആളുകളാണെന്ന് നമ്മൾ പറഞ്ഞു. മെറ്റൽസ് എല്ലാം എന്താ? ഇലക്ട്രോ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരും തോറും ഇവരുടെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ക്യാരക്ടർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ മക്കളെ? കൂടി വരും. ഇലക്ട്രോ പോസിറ്റിവിറ്റി ക്യാരക്ടർ എന്ത് ചെയ്യും? കൂടി വരും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ അമ്മയ്ക്ക് 10 മക്കളുണ്ടെന്ന് ഇരിക്കട്ടെ. നമ്മുടെ അമ്മയ്ക്ക് 10 മക്കളുണ്ട്. ഇത് അമ്മ, ഇത് അമ്മയാണ്. ഇങ്ങനെ 10 മക്കളെ ഞാൻ വരയ്ക്കുന്നില്ല, ഇങ്ങനെ മക്കൾ പോയേക്കുക. അവിടെ ഇങ്ങനെ മക്കൾ വരുക. അമ്മ ഒരു കല്യാണത്തിന് പോയെന്നിരിക്കട്ടെ. 10 മക്കളില്ല. ഇത് എത്ര മക്കളുണ്ട്? 6 മക്കള് മതി. 6 മക്കളോട്ട് നമ്മുടെ അമ്മ കല്യാണത്തിന് പോയി. നമ്മുടെ അമ്മയ്ക്ക് ഈ 6 മക്കളെയും ഒരേപോലെ നോക്കാൻ പറ്റുമോ? പോയോ? എല്ലാരും പോയോ? നോക്കാൻ പറ്റുമോ? ഇല്ല. അതെന്താ? നമ്മള് പ്രാക്ടിക്കലി പറയണല്ലോ. അത് നമ്മള് ഇതായിട്ട് നമ്മൾ എന്താ പറയുന്നത്,
ഇതാണ് ഒരു അമ്മ വലിയ പോരാളി എന്നൊക്കെ പറയുന്നെങ്കിലും അമ്മയും മനുഷ്യരല്ലയോ, അമ്മയ്ക്ക് അങ്ങനെ നോക്കാൻ പറ്റുമോ? എല്ലാവരും ഒരേപോലെ നോക്കാൻ പറ്റുമോ? അപ്പം ചിലപ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞിനെ മാത്രം അമ്മ എന്ത് ചെയ്യും? ഏറ്റവും അടുത്ത് നിർത്തും. ഏറ്റവും അടുത്ത് ആരെ നിർത്തും? നമ്മുടെ ഏറ്റവും ചെറിയ കുഞ്ഞിനെ മാത്രം എന്ത് ചെയ്യും? അമ്മ അടുത്ത് നിർത്തും. ചിലപ്പം അടുത്ത് നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് എപ്പോഴും ഒക്കത്തായിരിക്കും അവരെ ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാതെ ബാക്കിയുള്ളവർക്കൊക്കെ അറിവുണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഷെല്ലുകളിനകത്തുള്ള ഇലക്ട്രോൺസുകളും. ഷെല്ലുകൾക്കകത്തുള്ള ഇലക്ട്രോൺസുകളും എങ്ങനെയാ? പ്രോട്ടോണും ന്യൂട്രോണും. നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന അമ്മയാ. അമ്മ എന്ത് ചെയ്യുക? ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. ഇവരെല്ലാം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഏറ്റവും കുഞ്ഞു കുട്ടികളെ ആയിരിക്കും നമ്മുടെ അമ്മ എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വളർന്ന ആളുകളെ എന്ത് ചെയ്യും? നമുക്ക് അമ്മയ്ക്ക് അത്രത്തോളം ഇത് ചെയ്യാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഷെല്ലുകളുടെ എണ്ണം കൂടി വരുമ്പോൾ അമ്മയിൽ നിന്നുള്ള അകലം, അതായത് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം ഇലക്ട്രോൺസുകൾക്ക് കൂടുമല്ലോടാ മക്കളെ. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ കളയാനോ ഉള്ള ചാൻസ് ആർക്ക് കൂടുതലാ? നമ്മുടെ ഈ ആറ്റത്തിന് കൂടുതലല്ലേ? മനസ്സിലായോ? ഇത് പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അതായത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടി വരുക. അപ്പൊ ദാണ്ടെ ഇവിടെ 1, 2 ഷെല്ലുകളുണ്ട്. അടുത്ത ഷെല്ല് നമ്മൾ വരയ്ക്കുകയാണ്. ഒരു 4 ഷെല്ല് വരയ്ക്കാം. ഓക്കെ, 4 ഷെല്ല്. ദാണ്ടെ ഈ അമ്മ ഇവർ ഇത്രയും ഡിസ്റ്റൻസിൽ നിൽക്കുന്നുള്ളൂ. അമ്മയാണെന്ന് ഓർത്തോണം. നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അമ്മയാണ്, സെൻറ്റർ ആണ്. ഈ ന്യൂക്ലിയസിന് ഈ 2 ഇലക്ട്രോൺസിനെ ഇയാൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസും ഇയാൾക്ക് ചെറിയൊരു ഇമ്പോർട്ടൻസും കൊടുത്ത് നോക്കാൻ പറ്റും. അപ്പൊ ഇയാളിൽ നിന്ന് നമുക്ക് ഈ ഇലക്ട്രോൺസിനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനോ അല്ലോ എടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള ചാൻസ് കുറവായിരിക്കും അല്ലേ? പക്ഷെ നോക്കിക്കേ, ഈ അമ്മയ്ക്ക് ഈ ന്യൂക്ലിയസിന് ഈ ഇലക്ട്രോണിനെയും ഈ ഇലക്ട്രോണ്, ഇവിടെ ഇലക്ട്രോൺ, ഇങ്ങനെ ഓരോ ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പം ഇയാൾക്ക് കൊടുക്കുന്ന അതേ കെയർ ഇയാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അതിനേക്കാൾ കുറവായിരിക്കും. ഇയാൾക്ക് കൊടുക്കുന്ന കെയറിനേക്കായി കുറവായിരിക്കും ഇയാൾക്ക് കൊടുക്കുന്ന കെയറിനേക്കായി ഏറ്റവും കുറവായിരിക്കും ഇയാൾക്ക്. അപ്പൊ ഈ കെയർ കുറഞ്ഞ ആളെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തട്ടിയെടുക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായി? ഈ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലായി? തട്ടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുക. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം നമ്മുടെ ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. അല്ലെ, പെട്ടെന്ന് കെട്ടിച്ചയക്കല്ലോ. ഒത്തിരി മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് കെട്ടിച്ചയക്കാന്ന് ഓർത്താൽ മതി. ഈ ആളെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നഷ്ടപ്പെടുത്താനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആർക്ക്? ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ. ഉള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പിടിച്ചു വെക്കത്തില്ലേ? ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എല്ലാവരെയും കൂടെ നമുക്ക് ഒരുമിച്ച് പിടിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. അമ്മയ്ക്ക് ഒരുമിച്ച് നോക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ വിട്ടുകൊടുക്കുന്ന ആൾക്ക് എന്ത് ക്യാരക്ടറാന്ന് ഞാൻ പറഞ്ഞു? ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറാന്ന് പറഞ്ഞില്ലേ മക്കളെ? അപ്പൊ നോക്കിക്കേ, അപ്പൊ ഷെല്ലുകളുടെ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ എന്തും കൂടും? ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടും. ഇത് പറയാൻ വേണ്ട ഇത്രയും കാര്യം പറഞ്ഞത്. മനസ്സിലായോ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണം, അല്ലെ പിന്നെ വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായല്ലോ? അപ്പൊ നോക്കിക്കേ, ഇതെല്ലാം എന്താ? ഡൗൺ ദ ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നതാ? നമുക്ക് എന്ത് സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, അറ്റോമിക് സൈസ് കൂടുന്നു, അറ്റോമിക് റേഡിയസ് കൂടുന്നു, ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടുന്നു. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള ആളുകൾ എപ്പോഴും മെറ്റൽസുകൾക്കാണ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടുതൽ. ആർക്കാണ്? മെറ്റലുകൾക്കാണ് എന്ത്? ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറുകൾ. അപ്പൊ എന്ത് ചെയ്യാം? ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടുക എന്ന അർത്ഥം? മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യുക എന്നർത്ഥം? മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യുക മക്കളെ? കൂടുക എന്നല്ലേ അർത്ഥം? അല്ലയോ മക്കളെ? അല്ലയോടാ മക്കളെ? പറയടാ, എടാ ഉറങ്ങാതെ പറയടാ മക്കളെ. അതെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങക്ക്? മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇനി എക്സാമിന് ചെല്ലുമ്പോൾ നമുക്കിപ്പം ഹൈഡ്രജൻ തൊട്ട് നമുക്ക് ഫ്രാൻസിയം വരെ അറിയാം. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതൽ ആളാരാണ്? അല്ലെ കുറഞ്ഞ ആളാരാണ്? അറ്റോമിക് സൈസ് കൂടിയ ആളാണ്. ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന് എഴുതാൻ പറ്റുമല്ലോ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്നല്ല, നമ്മൾ ഈ ഗ്രൂപ്പുകളെല്ലാം പഠിക്കുമ്പോൾ അവരെ അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ ഈ ഒരു കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചും വെച്ചേക്കണം.
മറന്നു പോകരുത്. ഇപ്പൊ ഇന്ന് നമ്മൾ ഡൗൺ ദ ഗ്രൂപ്പ് മാത്രമേ പറയുന്നുള്ളൂ. എന്നുവെച്ചാൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്നത് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്ത പീരീഡ് പഠിക്കും. ഇടതു നിന്നും വലതോട്ട് പോകും തോറും വലത്തു നിന്ന് ഇടത്തോട്ട് പോകും തോറും ഉള്ള കാര്യങ്ങൾ പഠിക്കും. അത് നമ്മളിപ്പോൾ പഠിക്കത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് തിരിഞ്ഞു പോകും. നമ്മൾ മനുഷ്യരല്ലയോ, നമുക്ക് തിരിഞ്ഞു പോകും. നോക്കിക്കേ, അതേപോലെ ഇവിടെ നോക്കിക്കേ, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽ കൺസിഡറബിളി ലോ ആൻഡ് ഡിക്രീസ് ഡൗൺ ദ ഗ്രൂപ്പ്. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാൻ ആവശ്യമായ എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഇത് ഈ അയണൈസേഷൻ എൻതാൽപ്പി, അതിൽ അയണൈസേഷൻ എനർജി, ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററിൽ നമ്മൾക്ക് ബ്രീഫായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് ഡൗൺ ദ ഗ്രൂപ്പിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം മാത്രം, ഇതാണ് നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇത് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അയണൈസേഷൻ എൻതാൽപ്പി എന്താ, ഡൗൺ ദ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽ അയോൺസ് ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് അയോണിക് സൈസ്. ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് അയോണിക് സൈസ്. ഇതിങ്ങനെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് പോയിന്റ്സുകളായത്, +2 ടെക്സ്റ്റ് ബുക്കിലുള്ള, അത് ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. കാരണം അത് പറയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് എൻതാൽപ്പി, എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പഠിക്കണം. അതേപോലെ റിയാക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺ ദ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാം. അപ്പൊ ഇത്രയും നേരം നമ്മൾ ആരൊക്കെ അവർ ഗ്രൂപ്പിൽ നിന്നും താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടി. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞില്ലേ, നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഓരോ ചാപ്റ്ററിലും എന്ത് കെമിക്കൽ പ്രോപ്പർട്ടിയും ഫിസിക്കൽ പ്രോപ്പർട്ടിയും നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്നു പറഞ്ഞില്ലേ. അതേപോലെ നോക്കിക്കാൻ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പഠിക്കാൻ പോവുക നമ്മൾ. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ്, ഇത് ഫസ്റ്റ് എന്ന് തന്നെ എഴുതിക്കോണം. ഒന്നാമത്തെ കാര്യമാണ് റിയാക്ഷൻ വിത്ത് എയർ ഓർ ഓക്സിജൻ. എയറോ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നത് പഠിക്കുക. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്, എസ് ബ്ലോക്ക് എലമെന്റ്സ് ഫസ്റ്റ് ഗ്രൂപ്പിന്റെയാണ് പഠിക്കുന്നത്. നോക്കിക്കേ മക്കളെ, നമ്മുടെ ലിഥിയം എന്ത് ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സൈഡുകളാണ് ഉണ്ടാകുന്നത്. ലിഥിയം എന്ത് ചെയ്യുന്നു, ഓക്സിജൻ അല്ലെങ്കിൽ എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു, ഓക്സൈഡ്, ലിഥിയം ഓക്സൈഡുകൾ ഫോം ചെയ്യും. ഇനി അടുത്തത് നോക്കിക്കേ, നമ്മുടെ സോഡിയം ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, നമ്മുടെ എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെറോക്സൈഡുകൾ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നൊക്കെ കേട്ടില്ലേ, പെറോക്സൈഡ് ഉണ്ടാകുന്നു. ഇനി അടുത്ത നോക്കിക്കേ, പൊട്ടാസ്യവും റുബീഡിയം അതേപോലെ തന്നെ സീസിയം ഇവരാരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കണം. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ലിഥിയം ആരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സൈഡുകൾ, സോഡിയം റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, പെറോക്സൈഡുകൾ, പൊട്ടാസ്യം റുബീഡിയം സീസിയം റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ ഓക്സൈഡുകളും ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇവരെന്താ, അടുത്ത റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തത് റിയാക്ഷൻ വിത്ത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരാ, എസ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വല്ലോ സൾഫറോ വല്ലോ എന്ന് വിചാരിക്കും. ഒരു മിനിറ്റ്, ഗ്രൂപ്പ് ഫസ്റ്റ് എലമെന്റ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നിരിക്കട്ടെ. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടാകുന്ന അറിയാമോ, ഹൈഡ്രോക്സൈഡുകളും ഉണ്ടാകുന്നു. അതേപോലെ എന്തുണ്ടാകുന്നു, ഹൈഡ്രജൻ ഗ്യാസുകളും ഉണ്ടാകുന്നു. കാണാതല്ല, മനസ്സിലാക്കി തന്നെ പഠിച്ചു വെച്ചേക്കണേ. ഇനി ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് ഡൈഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ, 2 ഹൈഡ്രജൻ എന്നുവെച്ചാ ഡൈഹൈഡ്രജൻ എന്ന് വെച്ചാൽ H2 ആണ്, 2 ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രേഡുകൾ ഉണ്ടാകുന്നു. ഹൈഡ്രേഡ് എന്ന് വെച്ചാൽ ലിഥിയം ഹൈഡ്രേഡ്, അതേപോലെ സോഡിയം ഹൈഡ്രേഡ്, ഇതാണ് ഹൈഡ്രേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഉണ്ടാകുന്നു. എന്തുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ആൽക്കലി മെറ്റൽസ് ഡൈഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. ഇനി ആൽക്കലി മെറ്റൽ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, പീരിയോഡിക് ടേബിൾ ഹാലജൻസ് ആരൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അയോണിക് ഹാലൈഡുകൾ ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആരൊക്കെയാണ്, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ
എന്താ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അവരുടെ പ്രത്യേകതകൾ എല്ലാം പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സുകളെ പറ്റിയിട്ടാണ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സുകൾ ആർക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും വലിയതായിട്ട് ഒരുപാടൊന്നും പഠിക്കാനില്ല, കുറച്ചേ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആരൊക്കെയാ? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇത്ര ആളുകളാണ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ്. ഇവരെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇവരെ എന്തെന്നറിയപ്പെടുന്നു? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഫസ്റ്റ് ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽസ്. ഇവരുടെ വാലൻസി എന്താണ്? കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇവരുടെ വാലൻസി എന്ന് പറഞ്ഞാൽ 2ആണ്, മറ്റവരുടെ വാലൻസി എത്രയാണ്? 1ആണ്. ഇനി അടുത്ത ബെർലിയമാണ്. ബെർലിയത്തെ പറ്റി നമുക്ക് വലുതായിട്ടൊന്നും പഠിക്കാനില്ല. ഇനി അടുത്ത നമുക്ക് മഗ്നീഷ്യത്തെ പറ്റി പഠിക്കാനാണ് ഉള്ളത്. നോക്കിക്കേ മക്കളെ, ഇത് ഡോസ് അല്ല കേട്ടോ. നമ്മൾ സോഡിയം പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഡൗൺ പ്രോസസ് എന്ന് പറഞ്ഞില്ലേ? ഡൗൺ പ്രോസസ്സ് വഴിയിട്ടാണ് സോഡിയം നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? സോഡിയത്തിന്റെ പ്രൊഡക്ഷൻ, സോഡിയത്തിന്റെ പ്രോസസ്സ് ഏതാണ്? ഡൗൺ പ്രോസസ് ആണെന്ന് പറഞ്ഞു. എങ്കിൽ മഗ്നീഷ്യത്തിന്റെ പ്രോസസ്സാണ് ഒരു എസ് കൂടെ വരുന്നു, ഡൗൺസ് പ്രോസസ്. എന്താ? ഒരു എസ് കൂടെ വരുന്നുള്ളൂ. ഇത് ഡൗൺ ആണെങ്കിൽ ഇത് ഡൗൺസ് പ്രോസസ്. ഇത് മറന്നു പോവല്ലേടാ. സോഡിയത്തിന്റെ ആണെങ്കിൽ ഡൗൺ പ്രോസസ്സ്, മറ്റേത് മഗ്നീഷ്യം ആണെങ്കിൽ ഡൗസ് പ്രോസസ്സ് എന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സാണ് പറഞ്ഞേക്കുന്നത്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇവരുടെ അറ്റോമിക് നമ്പർ, മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12ആണ്. മഗ്നീഷ്യമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ, കോമ്പൗണ്ട്സുകളെ പറ്റി പഠിക്കുക. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ അറിയപ്പെടുന്നത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് അറിയപ്പെടുന്നത്. മക്കളെ, നിങ്ങൾ ചില സമയത്തൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്ര പ്രായമുള്ള ആളുകളോ അല്ല നമുക്കായാലും ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെ ഏമ്പക്കം വരുമ്പോൾ പറയത്തില്ലേ അസിഡിറ്റിയാ, അസിഡി അല്ലെ വയറിരിക്കുന്നു, വയറുവേദന വരുന്നു, അപ്പം നമ്മൾ പറയാം അസിഡിറ്റിയാന്ന് പറയത്തില്ലേ? നിങ്ങൾക്ക് അസിഡിറ്റി വന്നിട്ടുണ്ടോ? അസിഡിറ്റി ഉണ്ടായിട്ടുണ്ടോ? പോയോ എല്ലാവരും? ആരും ഇല്ലേ? ഉണ്ട്. നമ്മൾ അസിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അസിഡിറ്റി ഉണ്ടായി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്കൊരു സിറപ്പ് തരും. അവർ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഒരു സിറപ്പ് തരും. അപ്പോൾ ഈ സിറപ്പിനകത്ത് ദാണ്ടെ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സിറപ്പാണ് നമുക്ക് തരുന്നത്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അടങ്ങിയ സിറപ്പാണ് തരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയിലെ അസിഡിറ്റി, ഏത് ആസിഡാണ് കൂടുന്നത്? നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് അസിഡിറ്റി ഉണ്ടാകുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കും? മിൽക്ക് ഓഫ് മഗ്നീഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് നോക്കിക്കേ, അടുത്ത ആളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മഗ്നീഷ്യം സിലിക്കേറ്റ്. മഗ്നീഷ്യം സിലിക്കേറ്റിൻ്റെ ഗ്ലാസ്സുകൾ, അതേപോലെ തന്നെ മഗ്നീഷ്യം സിലിക്കേറ്റിൻ്റെ കുറേ പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് MgSiO3. അതിൻ്റെ ഈ കെമിക്കൽ നെയിമും അതിൻ്റെ കോമ്പൗണ്ടും ഏതൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അതും പഠിച്ചു. അതായത് മഗ്നീഷ്യം സൾഫേറ്റ്. മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മഗ്നീഷ്യ ലെവൽ ഉണ്ടല്ലോ, നമ്മുടെ ബോഡിക്കകത്തുള്ള മഗ്നീഷ്യത്തിൻ്റെ ലെവൽ, നമ്മുടെ ബോഡിയിലുള്ള മഗ്നീഷ്യത്തിൻ്റെ ലെവൽ എന്ത് ചെയ്യണോ നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മഗ്നീഷ്യ സൾഫേറ്റിൻ്റെ ഇഞ്ചെക്ഷൻസ് വെക്കാറുണ്ട്. മഗ്നീഷ്യ ലെവൽ കുറഞ്ഞു, മിനറൽസിൻ്റെ ലെവൽ കുറഞ്ഞെന്ന് പറയത്തില്ല, നമുക്ക് സോഡിയം മഗ്നീഷ്യം ഒക്കെ നമ്മുടെ ബോഡിക്കകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെവൽ കുറയുമ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ആകും, നമുക്ക് പെട്ടെന്ന് കൺട്രോളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിക്കാറുണ്ട്. ഈ മഗ്നീഷ്യം വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഗ്നീഷ്യത്തെ നമ്മൾ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഗ്നീഷ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കെമിക്കൽ സണ്ണ്, രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ആരാന്നറിയാമോ? മഗ്നീഷ്യമാണ്. കെമിക്കൽ സണ്ണ് എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. അതേപോലെ നമ്മുടെ ഹരിതകമില്ലേ, ഹരിതകത്തിലടങ്ങി നമ്മുടെ ഫോട്ടോസിന്തസിസിൽ എന്തുണ്ട്? മഗ്നീഷ്യം ഉണ്ട്. ഫോട്ടോസിന്തസിസിൽ എന്തുണ്ട്? ഫോട്ടോസിന്തസിൽ എവിടെയാണ്? നമ്മുടെ ക്ലോറോഫോം ഇല്ലേ, ക്ലോറോഫോമോ അല്ല, ക്ലോറോഫിൽ ഇല്ലേ, ക്ലോറോഫിൽ ആരുണ്ട്? നമ്മുടെ മഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ കെമിക്കൽ സൺ എന്നറിയപ്പെടുന്നുണ്ട്. ഫോട്ടോസിന്തസിസിൽ മഗ്നീഷ്യം ഉണ്ട്. അതേപോലെ ക്ലോറോഫിൽ എന്തുണ്ട്? ക്ലോറോഫിൽ ഹരിതകമില്ലേ, ഹരിതകത്തിന്റെ നമ്മുടെ പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവല്ലേ, ഒരു വർണ്ണകമല്ലേ ഇത്? ഇതിനകത്ത് ആരുണ്ട്? നമ്മുടെ മഗ്നീഷ്യം ഉണ്ട്.
ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാൽസ്യത്തെ പറ്റി പഠിക്കുക. മക്കളെ, നമ്മൾ പറയട്ടെ, നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും, നമ്മുടെ പല്ലൊക്കെ പൊടിഞ്ഞു പോകുമല്ലോ, നമ്മുടെ എല്ലിൻ്റെയൊക്കെ നമുക്ക് കാലിൽ പൊട്ടലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ പറയും നമുക്ക് കാൽസ്യം ടാബ്ലറ്റുകൾ തരും. അല്ലെ നമ്മളടുത്ത് പറയും ചെറിയ മീനുകൾ കഴിക്കാൻ പറയും. വലിയ മീനല്ലാതെ ചെറിയ ചെറിയ കുഞ്ഞു മീനുകളില്ലേ, ആ മീനുകളൊക്കെ കഴിക്കാൻ പറയും. കാരണം എന്താ, ആ ചെറിയ മീനുകളിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. അല്ലെ കാൽസ്യം അടങ്ങിയ ടാബ്ലറ്റുകൾ കഴിക്കാൻ നമ്മുടെ അടുത്ത് പറയും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ആരാന്ന് ചോദിച്ചാൽ മക്കളെ, എലമെന്റ് ആണ്. മോസ്റ്റ് അബാണ്ടന്റ് എലമെന്റ് ഇൻ ദ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ആരാ? നമ്മുടെ കാൽസ്യം ആണ്. ഇനി അതാടെ, ഇത് നിങ്ങൾക്കൊരു ഹോംവർക്കാണ്. നിങ്ങൾ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വരണം. ഞാൻ ചോദിക്കും നിങ്ങളുടെ അടുത്ത്, ടെലിഗ്രാമിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരണം. മോസ്റ്റ് അബാൻഡന്റ് മെറ്റൽ ആണ്. നമ്മളിവിടെ എലമെന്റും മെറ്റലും ആണ്. മെറ്റൽ ആരാണ് നമ്മുടെ ബോഡിയിലുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും ഉള്ള ലോഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? അയൺ ആ മിടുക്കൻ. നമ്മുടെ മെറ്റൽ ആരാ? അയൺ ആണ്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കേ, അടുത്ത നോക്കിക്കേ മക്കളെ. ഇനി ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കും നമ്മുടെ കാൽസ്യം. നമ്മുടെ കൈ മുറിയത്തില്ലേ, നമ്മുടെ കൈ മുറിയുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ തിരിഞ്ഞു പോകരുത്, നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ വൈറ്റമിൻ ഉണ്ടല്ലോ, വൈറ്റമിൻ കെ ഇല്ലേടാ മക്കളെ? വൈറ്റമിൻ കെ എന്തിന് സഹായിക്കാറുണ്ട്? ബ്ലഡ് ക്ലോട്ടിങ്ങിന്. എന്തിനാ ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്നത്? നമ്മുടെ കൈ മുറിയുമ്പോൾ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആയില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോകത്തില്ലേ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ബ്ലഡ് ക്ലോട്ടിങ് നടക്കുന്നത്. അപ്പം ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്. അപ്പം നിങ്ങൾ ഈ കെ കാണുമ്പോൾ പൊട്ടാസ്യം ആണെന്ന് ഓർത്ത് വെക്കരുത്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? കാൽസ്യം ആണ്. ഓക്കെ ആണല്ലോ? തിരിഞ്ഞു പോവല്ലേ? കെ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. വൈറ്റമിൻ ആണെങ്കിൽ കെയും, എലമെന്റ് ആണെങ്കിൽ കാൽസ്യം ആണ്. അതേപോലെ നമ്മുടെ മുട്ടയില്ലേ, മുട്ടയുടെ തോട്, മുട്ടത്തോട്, ചോക്ക്, ലൈം സ്റ്റോണിലെല്ലാം കാക്കോ3, നമ്മുടെ CO3 കാൽസ്യം കാർബണേറ്റ് കാണപ്പെടുന്നുണ്ട്. അതേപോലെ കാൽസ്യം ഓക്സൈഡ് അറിയപ്പെടുന്ന പേരാണ് ക്വിക്കലൈൻ. മക്കളെ, ഈ കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ചൂടാക്കി കഴിഞ്ഞാൽ, കാൽസ്യം കാർബണേറ്റ് നമുക്ക് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. കാൽസ്യം ഓക്സൈഡും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പം നമുക്ക് കാൽസ്യം കാർബണേറ്റിന് അതിന് ക്വിക്കലൈമിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ക്വിക്കലൈമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽസ്യം കാർബണേറ്റിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഈ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂട് കൊടുക്കുക എന്നർത്ഥം കേട്ടോ. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സ്ലേക്കട്ട് ലൈം. അതേപോലെ നോക്കേ, നമ്മളെ ജിപ്സവും പ്ലാസ്റ്റോ പാരീസും, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇവരുടെ കെമിക്കൽ നെയിമാണ്. കെമിക്കൽ കോമ്പൗണ്ട് ഏതാ? H2 ആണോ 2H2 ആണോ ചോദിക്കുന്നത്. രണ്ടുപേരും ഒരേപോലെ. ഇവിടെ H2നകത്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഈ ജിപ്സം എന്തോന്നറിയാം? നമ്മുടെ സിമെന്റ് ഇല്ലേ, നമ്മൾ വീട് നിർമ്മിക്കുന്ന സിമെന്റിന്റെ സെറ്റിംഗ് സമയം നമ്മൾ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ജിപ്സം. പ്ലാസ്റ്റോ പാരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിഷു അല്ലേ വരുന്നത്, വിഷുവിനൊക്കെ നമ്മുടെ വഴിയോരങ്ങളിൽ കൃഷ്ണന്റെയൊക്കെ വിഗ്രഹങ്ങൾ വെച്ചേക്കുന്നില്ലേ, അത് പ്ലാസ്റ്റോ പാരീസ് ആണ്. ആ പ്ലാസ്റ്റോ പാരീസിന്റെ കെമിക്കൽ നെയിം ആണ് എന്ത്? CSO4 H2O. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രോൺഷ്യ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റുബീഡിയം നമ്മൾ പഠിക്കുന്നില്ല, പക്ഷേ സ്ട്രോൺഷ്യം പറയുമ്പോൾ ഈ പോയിന്റ് പറയുമെന്ന്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റോക്കിൻ്റെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, ഫോസിലിൻ്റെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമേ അവിടെ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് അടുത്ത കുറച്ച് കാര്യം, ഇത് നമ്മൾ നമ്മുടെ ലാബ് ഇല്ലായിരുന്നോ? നമ്മുടെ ലാബ് സാൾട്ട് അനാലിസിസ് ഇല്ലേ, നമുക്ക് +2 ചെയ്യാൻ വോളിമെട്രിക് അനാലിസിസും സാൾട്ട് അനാലിസിസും നിങ്ങൾ ചെയ്തിട്ട് വന്നിരിക്കുന്ന ആളുകളല്ലേ മക്കളെ? അല്ലയോ? ആണ്. നമ്മൾ ഈ സാൾട്ട് അനാലിസിസ് നമ്മൾ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യത്തില്ലയോ? നമ്മുടെ ആ ലാമ്പിന് അതോടെ നമ്മൾ കത്തിച്ച് നോക്കത്തില്ലേ? എന്നിട്ട് നമ്മൾ പറയത്തില്ല ഇന്ന കളർ വന്നാൽ ഇന്ന കോമ്പൗണ്ട് പ്രസന്റ് ആണ്, ഇന്ന ആളുകൾ വന്നാൽ ഇന്ന കളർ പ്രസന്റ് ആണ് നമ്മൾ കണ്ടു. അപ്പൊ ഇത് ഒന്ന് കാൽസ്യം ആണെങ്കിൽ റെഡ് കളർ വന്നു കഴിഞ്ഞാൽ കാൽസ്യം പ്രസന്റ് എന്ന് നമ്മൾ എഴുതി വെക്കത്തില്ലേ? നിങ്ങൾക്ക് ഇല്ലായിരുന്നോ സാൾട്ട് അനാലിസിസ്? നമ്മുടെ ലാബല്ലേ നമുക്ക് ഏറ്റവും നല്ലത് ചെയ്യാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ലാബ് ചെയ്യാനാ. അപ്പൊ നമുക്കൊരു അടുക്കള പോലെ എനിക്ക് ലാബിനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഇനി ഡിഗ്രിക്ക്, നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സോ അല്ലെ വേറെ എന്തെങ്കിലും ലാബുകളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ കുറച്ചും കൂടെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ മിക്സി പോലത്തെയൊക്കെ സംഭവങ്ങളുണ്ട് ലാബിൽ ചെയ്യിക്കാൻ വേണ്ടി. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ലാബിൽ നമുക്ക് ചില സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ സ്കൂളുകളിലൊക്കെ ഇരിക്കുന്ന ചിലപ്പോൾ പഴയ സാൾട്ടുകളായിരിക്കും. ആ സാൾട്ടുകൾ ചിലപ്പോൾ നമുക്ക് ഈ ബ്രിക്ക്
ബ്രിക്ക് റെഡ്. നിങ്ങളെ എൻ്റെ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ റെഡ് കളർ, ഈ ബ്രിക്ക് റെഡ് എന്തുവാ, ക്രിംസൺ റെഡ് എന്തുവാ എന്നുള്ള കളറുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഈ പെന്നിന്റെ കളറല്ലേ, ഇത് ഏകദേശം എന്താ ക്രിംസൺ റെഡാ. ഇതാണ് ക്രിംസൺ റെഡ് എന്ന്. ബ്രിക്ക് റെഡ് എന്തോ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ജസ്റ്റ് ആ കളർ എന്തോന്ന് മനസ്സിലാവുമല്ലോ. അപ്പം നമ്മൾ ഈ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാൽസ്യം സാൾട്ടാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കളർ കിട്ടും, ബ്രിക്ക് റെഡ് കളർ കിട്ടും. സ്ട്രോൺഷ്യസ് സാൾട്ട് ആണെങ്കിൽ നമുക്ക് ക്രിംസൺ റെഡ് കിട്ടും. ബേരിയം ആണെങ്കിൽ നമുക്ക് ഗ്രീൻ കിട്ടും. മഗ്നീഷ്യം ആണെങ്കിൽ നമുക്ക് വൈറ്റ് കിട്ടും. സോഡിയം ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യെല്ലോ കളർ കിട്ടും. ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ളേ. അപ്പം ഇത് കാണാതെ പഠിച്ചു. നമ്മൾ ലാബ് ചെയ്തില്ല, നമ്മുടെ ലാബിനകത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ ലാബ് ചെയ്തതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ വോളിമെട്രിക് അനാലിസിസ് ഒക്കെ ചെയ്തിട്ടില്ലേ, ടൈട്രേഷൻ ചെയ്തിട്ടില്ലേ. അപ്പോൾ ടൈട്രേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചോദിക്കാറുണ്ട്. ഫിനോഫ്തലിന്റെ കളറ്, ഫിനോഫ്തലിന്റെ നിറം എന്തുവാടാ മക്കളെ, പിങ്ക് പിങ്ക് ഞാൻ Purple. ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഫിനോഫ്തലിന്റെ നിറം എന്ത്? കളർലെസ് ആ കളർലെസ് അല്ലേ. നമ്മൾ എവിടെ Colourless. ഒഴിക്കുമ്പോഴാണ് നമുക്ക് പിങ്ക് കിട്ടുന്നേ, നമ്മൾ എവിടെ ഒഴിക്കുമ്പോ നമുക്ക് പിങ്ക് കിട്ടുന്നേ, നിങ്ങൾ എവിടെ നോക്കി, Ammonia. നമ്മുടെ ബ്യൂററ്റിൽ എന്തോ ഇരിക്കുന്നേ, ബ്യൂററ്റിൽ എന്തോ ഇരിക്കുന്നേ, ആസിഡ്. നമ്മുടെ നമുക്ക് കോണിക്കൽ ഫ്ലാസ്കിനകത്ത് എന്തോ തരുന്നേ, ആൽക്കലി. നമ്മൾ എവിടെ ഒഴിക്കുന്ന ഫിനോഫ്തലിൻ, ബേസിൽ. അപ്പൊ ബേസിൽ എന്ത് കളറാ ഫിനോഫ്തലിന്, ആ ബേസിൽ പിങ്ക് കളറും. അതിന് കളർ ഉണ്ടോ, ആൾക്ക് കളറും ഇല്ല. അതുപോലെ ആസിഡിൽ എന്ത് കളറാ, ആസിഡിൽ എന്ത് കളറാ, കളർലെസ്. ആ കളർലെസ്. അത് പഠിച്ചു വെക്കണം. അപ്പൊ മീഥൈൽ ഓറഞ്ചോ, മീഥൈൽ ഓറഞ്ചിന് എന്ത് കളറാ, ആ പിന്നെ അതേതാ കളർലെസ് ആയിട്ടുള്ള മീഥൈൽ ഓറഞ്ച് എവിടാ കണ്ടേ, ഓറഞ്ച് കളറിനല്ലേ? ആ ഓറഞ്ച്, ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് മീഥൈൽ. ജസ്റ്റ് പഠിച്ചു വെച്ചേക്കണേ. അത് നമുക്ക് ഓർഗാനിക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ടൈട്രേഷൻ സംഭവങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മളവിടെ പഠിക്കും കേട്ടോ. ജസ്റ്റ് ഞാൻ ചോദിച്ചതേ ഉള്ളൂ ലാബിന്റെ കാര്യം പറഞ്ഞപ്പോ. ഓക്കെ, ഇനി അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ് 2 എലമെന്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടാ മക്കളെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഗ്രൂപ്പ് 2 ഹാലജനുമായിട്ട് ചേരുമ്പോൾ നമുക്ക് ഹാലൈഡ് ഉണ്ടാകുന്നു. കാരണം നമ്മളിങ്ങനെ വലിച്ചു വാരി നോട്ട് എഴുതണം, നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. മനസ്സിലാകുമോ, മനസ്സിലാവും. ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ എലമെന്റ്സുകൾ ആരൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, അവരാണ് ഈ ഗ്രൂപ്പ് 2. അവർ ഹാലജനുമായിട്ട് ചേരുമ്പോൾ നമുക്ക് ഹാലൈഡുകൾ ഉണ്ടാകുന്നുണ്ട്. ഗ്രൂപ്പ് 2 ഹൈഡ്രജനുമായിട്ട് ചേരുമ്പോൾ ഹൈഡ്രേറ്റ് ഉണ്ടാകുന്നു. ഗ്രൂപ്പ് 2 ആസിഡുമായിട്ട് ചേരുമ്പോൾ ഡൈഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇത്രയും കാര്യം ഇത് ഞാൻ ജസ്റ്റ് അങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോയത്, മറ്റൊരുത്ത് പറഞ്ഞത് കൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ ലാസ്റ്റ് കാര്യത്തിലോട്ട് നമ്മൾ കടക്കാൻ പോവാ. അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം ആൻഡ് ബെർലിയം. ലിഥിയത്തിനും ബെർലിയത്തിനും കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്. ലിഥിയത്തിനും ബെർലിയത്തിനും എന്തുണ്ട് മക്കളെ, കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉണ്ട്. നോക്കിക്കോണേ, നമ്മുടെ പീരിയോഡിക് ടേബിളിലോട്ട് പോവുകയാണേ. ഒരു മിനിറ്റ് മക്കളെ, നിങ്ങൾ ഇതൊന്ന് നോക്കി വെച്ചേക്കണം. പീരിയോഡിക് ടേബിൾ ലിഥിയം എവിടെയാണ് കിടക്കുന്നത്, ലിഥിയം ദാ ഇവിടെ. ലിഥിയവും മഗ്നീഷ്യവും, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ അത് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചു വെക്കുന്നേ, ലിഥിയവും മഗ്നീഷ്യവും. ഇനി നോക്കിക്കണം, ബെർലിയം എന്താ ഇവിടെ ഉണ്ടല്ലോ മക്കളെ, ലിഥിയവും മഗ്നീഷ്യവും ഉണ്ട്. ലിഥിയവും മഗ്നീഷ്യവും നമ്മൾ കണ്ടു. ഇനി നോക്കിക്കോണം, അടുത്ത നമ്മൾ വേറൊരു കോമ്പൗണ്ട് പഠിക്കുന്നത് ബെർലിയം കണ്ടത്. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സുകളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബെർലിയത്തിന് ഡയഗണലായിട്ട് കിടക്കുന്ന ആളാരാ, ബെർലിയം. ഇവരെ കൂട്ടാതെ ഇതിന് ഡയഗണലായിട്ട് കിടക്കുന്ന ആരാ, അലൂമിനിയം അല്ലയോ, തൊട്ട് താഴെ. ഇത് ഇങ്ങോട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് ഈ ഡി ബ്ലോക്കിന്റെ ഭാഗം എടുത്ത് മാറ്റി ഇതുവരെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു ഡയഗണലായിട്ടും ബെർലിയവും അലൂമിനിയം തമ്മിൽ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് വരുമല്ലോടാ മക്കളെ, വരുമല്ലോ. അതിന് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്തോന്ന് പറയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞതേ. നോക്കിക്കേ അവിടെ നമ്മുടെ ഗ്രൂപ്പ് 1 എലമെന്റ്സിനകത്ത് ലിഥിയവും ഗ്രൂപ്പ് 2 എലമെന്റ്സിനകത്ത് നമ്മുടെ ബെർലിയവും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കുന്നു. എന്താ ഈ അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലിഥിയമായും ബെർലിയം ആയാലും അവരുടെ
നമ്മുടെ ഇവരുടെ അറ്റോമിക് സൈസ് അല്ലെ അവരുടെ സ്മോൾ സൈസ് ആയിരിക്കും അറ്റത്തിന്. ഹൈ അയനൈസേഷൻ എൻതാൽപ്പി, ഹൈ ചാർജ് ഡെൻസിറ്റി, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ലിഥിയവും മഗ്നീഷ്യവും കാണിക്കുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പിൽ നിന്നും താഴേക്ക് വരുന്നവർ അറ്റോമിക് സൈസ് കൂടുന്നു, ചാർജ് കൂടുന്നു, അങ്ങനെ നമ്മളൊരു ട്രെൻഡ് പറഞ്ഞല്ലോ. പക്ഷേ ലിഥിയവും ബെർലിയവും എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടർ കാണിക്കും, അനോമലസ് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെയാണ് സ്മോൾ സൈസ് ആണ് ഇവർക്ക്, അതുപോലെ ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ്, ഹൈ ചാർജ് ഡെൻസിറ്റി ആണ്. ഈ 3 ക്യാരക്ടറുകൾ ആര് കാണിക്കുന്നുണ്ട്? ലിഥിയവും ബെർലിയവും കാണിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നോക്കിക്കേ, ഈ ലിഥിയം ഇങ്ങനെ ഈ ക്യാരക്ടർ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഡയകളിൽ ഇങ്ങനെ വരച്ച് കാണിച്ചില്ലേ, ലിഥിയം കാണിക്കുമ്പോൾ ലിഥിയം മഗ്നീഷ്യത്തിന്റെ ക്യാരക്ടറുമായിട്ട് നമ്മൾ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഡയകളിലായിട്ടാണ് വരുന്നത്. മഗ്നീഷ്യത്തിന്റെ ക്യാരക്ടറുമായിട്ട് എന്ത് വരുന്നുണ്ട്? ഈക്വൽ. ഇപ്പൊ ലിഥിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ ആയിട്ട് വരുന്നത്. ലിഥിയം എവിടാ? ഫസ്റ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്. മഗ്നീഷ്യം എവിടാ വരുന്നത്? സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. പക്ഷെ ഇവർ രണ്ടിന്റെയും ക്യാരക്ടർ ഒരേപോലാണെന്ന് അപ്പൊ ഇവർ തമ്മിലൊരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബെർലിയവും അതേപോലെ നമ്മുടെ ആരാണ് അലൂമിനിയവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബെർലിയം സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അലൂമിനിയം എത്രാമത്തെ ഗ്രൂപ്പാടാ? 13ാമത്തെ ഗ്രൂപ്പ്. ഇവർ തമ്മിൽ എന്ത് കാണിക്കുന്നുണ്ട്? ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കും. ഇതാണ് ഇതിന്റെ അനോമലസ് ബിഹേവിയർ അല്ലെ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ആളുകൾ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഥിയവും മഗ്നീഷ്യവും ബെർലിയവും അലൂമിനിയം ആണ്. മക്കളെ, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും മനസ്സിലാവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ ആർക്കെങ്കിലും? ഈ ലാസ്റ്റ് പറഞ്ഞ പോർഷൻ ഒന്നുകൂടെ ലാസ്റ്റ് പറഞ്ഞ പോർഷൻ ഇടാ, നമ്മൾ പീരിയോഡിക് ടേബിൾ അല്ലേ നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇങ്ങനല്ലേ പോയേക്കുന്നേ? ജസ്റ്റ് വരയ്ക്കുവാണ് ഇവിടോട്ട് ഞാൻ. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മുടെ പീരിയോഡിക് ടേബിൾ പോയേക്കുന്നത്? ഇവിടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടല്ലോ. ഇത് എസ്, ഇത് പി എ, ഇത് ഡി എ, എഫ് ഞാൻ പറയുന്നില്ല. അപ്പം പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്ന ഫസ്റ്റ് വരുന്ന ആളാണ് എന്ത്? ഹൈഡ്രജൻ ലിഥിയം. അതിനകത്ത് ലിഥിയവും ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയവും സെക്കൻഡ് ഗ്രൂപ്പിലെ ബെർലിയത്തിനും കുറച്ച് പ്രത്യേകതകൾ പറയുന്നുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഇവരെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പിലാക്കിയേക്കുന്നത്, നമ്മൾ എല്ലാവരും ഒരു ഗ്രൂപ്പിലാക്കുന്ന എങ്ങനെയാ? ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് സെയിം ക്യാരക്ടർ ആയിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നേ? അപ്പൊ അങ്ങനെ നോക്കിക്കേ, ഇങ്ങനെ ലിഥിയത്തെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ലിഥിയം ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ഒക്കെ ഇല്ലയോ? അവരുടെ ക്യാരക്ടറിൽ നിന്നും കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടർ ലിഥിയം കാണിക്കുന്നുണ്ട്. അതേപോലെ ആരും കാണിക്കുന്നുണ്ട്? സെക്കൻഡ് ഗ്രൂപ്പിലെ ബെർലിയവും കാണിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ സ്വഭാവം അല്ലാതെ തലതിരിഞ്ഞ സ്വഭാവം കാണിക്കുന്നുണ്ട് ലിഥിയവും ബെർലിയവും. ഗ്രൂപ്പിലുള്ള ആളുകളുടെ സ്വഭാവം അല്ല കാണിക്കുന്ന, വേറെ സ്വഭാവം കാണിക്കുന്നു. അപ്പൊ ഈ സ്വഭാവം, ഈ ലിഥിയത്തിന്റെ സ്വഭാവം മഗ്നീഷ്യമായിട്ട്, അതായത് രണ്ടാമത്തെ ഗ്രൂപ്പിലെ മഗ്നീഷ്യത്തിന്റെ സ്വഭാവമായിട്ട് മാച്ചിങ് ആണ്. ലിഥിയത്തിന്റെ സ്വഭാവം സെക്കൻഡ് ഗ്രൂപ്പിലെ മഗ്നീഷ്യമായിട്ട്. അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുന്ന സമയത്ത് നോക്കേ, ലിഥിയം ദാ ഇവിടെ അല്ലേ, മഗ്നീഷ്യം ഇവിടെ അല്ലേ, ദാ ഇവർ തമ്മിൽ സെയിം ക്യാരക്ടർ കാണിക്കുന്നു. അതേപോലെ ബെർലിയവും അലൂമിനിയവും ഇത്ര ആളുകൾ ഈ ഡി ബ്ലോക്കിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ബെർലിയം നമ്മൾ ഇവരെ ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ബെർലിയവും അലൂമിനിയവും എന്ത് ചെയ്യും? അലൂമിനിയം ഇവിടെ തൊട്ട് താഴെയായിട്ട് വരും നമ്മൾ ചേർക്കുമ്പോൾ. അപ്പൊ ബെർലിയവും അലൂമിനിയവും തമ്മിൽ എന്ത് കാണിക്കുന്നുണ്ട്? സെയിം ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ക്യാരക്ടർ അല്ലാതെ ലിഥിയം വേറെ ക്യാരക്ടർ കാണിക്കുന്നു, ഈ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ക്യാരക്ടർ അല്ലാതെ ബെർലിയവും വേറെ ക്യാരക്ടർ കാണിക്കുന്നു. ലിഥിയത്തിന്റെ ക്യാരക്ടർ മഗ്നീഷ്യമായിട്ടും ബെർലിയത്തിന്റെ ക്യാരക്ടർ അലൂമിനിയമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? മാച്ച് ആവുന്നുണ്ട്, മാച്ചിങ് ആണ്. അപ്പൊ അവർ തമ്മിൽ എന്തുണ്ട്? ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാ പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ഡൗട്ട് ചോദിച്ച ആളോടാ. അല്ല ടീച്ചർ, അതിന് അലൂമിനിയം അപ്പുറത്തല്ലേ കിടക്കുന്നത്? അതാ ഞാൻ ഞാനത് പറഞ്ഞു നോക്കിക്കേ. അലൂമിനിയം അപ്പുറത്താ കിടക്കുന്നത്, അപ്പുറത്ത് കിടന്നോട്ടെ. നമ്മൾ നോക്കിക്കേ, ഇതിനെ ഞാൻ എടുത്ത് മാറ്റി. ഇതാ ഇത്രയും കണ്ടോ, ഈ ഡി ബ്ലോക്ക് കണ്ടോ, ഈ ബ്ലോക്ക് കണ്ടോ, ഇത്രയും ആളുകളെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇത്ര ആളുകളെ എടുത്ത് കളഞ്ഞിട്ട് ഇതിനെ എടുത്ത് ഞാൻ എന്ത് ചെയ്തു? ഈ ആളെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഇങ്ങോട്ട് നീക്കി വെച്ചെന്നിരിക്കട്ടെ. നീക്കി വെക്കുമ്പോൾ നോക്കിയേ, ഇവിടെ ബോറോൺ വരും, ഇവിടെ ആര് വരും? അലൂമിനിയം വരത്തില്ലേ? പറ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നോക്കിക്കേ, ലിഥിയം ആരുടെ ക്യാരക്ടർ കാണിച്ചു? മഗ്നീഷ്യത്തിന്റെ ക്യാരക്ടർ കാണിച്ചു. ബെർലിയം ആരുടെ ക്യാരക്ടർ കാണിച്ച? 13ാം ഗ്രൂപ്പുള്ള അലൂമിനിയത്തിന്റെ ക്യാരക്ടറാണ് കാണിച്ചത്. ഞാൻ ഇവരെ ഒഴിവാക്കി പറഞ്ഞതേ ഉള്ളൂ, ഇവരുടെ ക്യാരക്ടർ കാണിക്കുന്നില്ല. നമ്മൾ ഈ പ്രോപ്പർട്ടി നോക്കുമ്പോൾ ലിഥിയം മഗ്നീഷ്യത്തിന്റെ ക്യാരക്ടറും ബെർലിയം അലൂമിനിയത്തിന്റെ ക്യാരക്ടറും കാണാം. അപ്പൊ ഇവർ തമ്മിലൊരു ഡയഗണൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി.
മനസ്സിലായോ? അതാ പറയുന്നത് നമ്മൾ ഇത് ഈ ഡി ബ്ലോക്ക് ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കി കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ലിഥിയവും ആരും തമ്മിലാ ഡയഗണൽ റിലേഷൻഷിപ്പ് ഉള്ളത്? പറ. മഗ്നീഷ്യം. മഗ്നീഷ്യവും ബെർലിയവും ആരും തമ്മിലാ ഡയഗണൽ റിലേഷൻഷിപ്പ് ഉള്ളത്? അലുമിനിയം. അലൂമിനിയം ആയിട്ട്. അപ്പൊ എന്താ ആ ഗ്രൂപ്പിലെ പ്രോപ്പർട്ടി അല്ലാത്ത വേറെ പ്രോപ്പർട്ടി കാണിക്കുക ചെയ്യുന്നത്. അപ്പൊ അവർ തമ്മിൽ എന്തുണ്ടാകുന്നു? ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ്. നമുക്ക് എക്സാമിന് എളുപ്പം ചോദിക്കും ഡയഗണൽ റിലേഷൻഷിപ്പ് ആരൊക്കെ തമ്മിലാണെന്ന്. ചിലപ്പോൾ നമുക്ക് ലിഥിയം തരും, പൊട്ടാസ്യം തരും, ലിഥിയം തരും, സോഡിയം തരും, ലിഥിയം തരും, മഗ്നീഷ്യം തരും, ലിഥിയം തരും, വേറൊരു കോമ്പൗണ്ട്, ലിഥിയം തരും, ഹൈഡ്രജൻ തരും. അപ്പൊ ഇതിനകത്ത് ആൻസർ ആരാ? ലിഥിയവും മഗ്നീഷ്യവും. അപ്പം അതേപോലെ ബെർലിയവും കോമ്പൗണ്ട്സും തരും. അപ്പം ഡയഗണൽ റിലേഷൻഷിപ്പ് ആരൊക്കെ തമ്മിലാ? മഗ്നീഷ്യം ആരുമായിട്ടാ? ലിഥിയമായിട്ടും. ബെർലിയം ആരുമായിട്ടാ? അലൂമിനിയം ആയിട്ടാ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? താങ്ക് യു.